അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും. അവിടുന്ന് അദൃശ്യനായ ദൈവത്തിന്റെ യേശുക്രിസ്തു ആരാണെന്നാ ദൈവത്തിന്റെ മഹത്വം. ഇപ്പോഴും ചിലർക്ക് ചിന്താഭാരം ആരാ എങ്ങനെയാന്ന്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളൊന്നും അല്ല യേശു. കടയിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടല്ലോ ഒത്തിരി ഫോട്ടോ ഗതികേട് പിടിച്ച് നിൽക്കുന്നവനെ പോലെ. എനിക്ക് പല ഫോട്ടോയും കാണുമ്പോൾ അങ്ങ് അറപ്പ അയന്ന. യേശു അങ്ങനൊന്നും അല്ല, അങ്ങനല്ല. ഒരു വരകാരം മരിച്ചാലും ഒക്കുകയില്ല, ഒരുത്തം വരച്ചാൽ പോലും ഒക്കുകയില്ല. അതുകൊണ്ട് നീ ഉമ്മ അതിൻ്റെ മുന്നിൽ കടന്ന് യേശുവേ രക്ഷിക്കണമെന്നും പറഞ്ഞ് വെടലത്തരം ഒന്നും കാണിക്കരുത്. ഈ ഫോട്ടോയിൽ കാണുന്നതോ ഈ കാണിച്ചു വെക്കുന്ന സ്റ്റാച്ചുവോ ഇതൊന്നുമല്ല യേശു. ഒരുത്തം വരച്ചാൽ പോലും ഒക്കത്തില്ല. സ്തോത്രം. അവിടുന്ന് വലിയവനാണ്. അംഗപ്രത്യംഗ വർണ്ണന അലങ്കാര ഭാഷയിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഉത്തമഗീതം 5:11 വായിച്ചേ സ്റ്റീവേ. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം 10 മുതൽ താഴോട്ട് അലങ്കാര ഭാഷയിൽ ആ കർത്താവിനെ അങ്ങോട്ട് വർണ്ണിച്ചിരിക്കുന്നത്. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. ഈ ശൂന്യകാലത്ത് ഈ പ്രാണപ്രിയനെ പറ്റി പാടി പറഞ്ഞ് പുലമ്പി തുള്ളിച്ചാടിയിരുന്നപ്പോൾ എന്റെ ഭാഷയാ ശലോമോന്റെ വെപ്പാട്ടികളും മറ്റു പെണ്ണുങ്ങളെല്ലാം കൂടെ വട്ടം കൂടിയെ ചോദിച്ചു, നീ കുറെ നേരമായല്ലോ ഈ ചാട്ടവും മേളവും ആട്ടവും ബഹളവും എന്ത് പാടിയെന്ന് ചോദിച്ചു. അപ്പൊ ഇവള് പറഞ്ഞു, അയ്യോ എന്നെ രക്ഷിച്ച എന്റെ പ്രാണപ്രിയനെ പറ്റിയാ ഞാൻ ഈ പാടുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ അവർ ചോദിച്ചു, ആരാടി നിന്നെ രക്ഷിച്ചത്? അവളെ വാക്യങ്ങൾ എടുക്കാൻ നേരമില്ല. അവൾ പറഞ്ഞു, എൻ്റെ സഹോദരിമാരെ, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച് നാരകത്തിൻ്റെ ചുവട്ടിലിട്ട് ഉപേക്ഷിച്ചു പോയതാ. ഞാൻ കരഞ്ഞ് ചത്ത് ഈ മണ്ണോട് മണ്ണാകേണ്ടതാ. പക്ഷെ അങ്ങനെ കിടന്ന് കരഞ്ഞപ്പോൾ എന്നെ രക്ഷിച്ച ഒരു ഇടയച്ചെറുക്കനുണ്ട്. അവനെ പറ്റിയാണ് ഞാൻ ഈ പാടുന്നത്. കാരണം പ്രസവിച്ച് നാരകത്തിൻ്റെ ചുവട്ടിലിട്ടെന്ന 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം അതുകൂടെ ഒന്ന് വായിച്ചോ. 8:5 പെട്ടെന്ന് വായിച്ചോ. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് നാരകത്തിന്റെ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. നാരകത്തിന്റെ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. അവിടെ വെച്ചാണ് നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. നാരകത്തിന്റെ ചുവട്ടിൽ. മലയാളത്തിൽ നാരകം എന്ന, ഇംഗ്ലീഷിൽ ആപ്പിൾ എന്നങ്ങാണ്ട. ഡോക്ടർ മനു എന്ന് വായിച്ച ഇംഗ്ലീഷിൽ ഒരു ഇംഗ്ലീഷും കൂടി ഇരിക്കട്ടെ. ഇല്ലേ അതിനകത്ത്? ഇംഗ്ലീഷ് ബൈബിൾ ആരുടെയിലും ഉണ്ടോ? സ്റ്റീവ് ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ പഠിച്ച്? ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ മോനെ? ഉണ്ടെങ്കിൽ ആപ്പിളെന്നങ്ങാണ്ട കൊടുത്തേക്കുന്ന ഇംഗ്ലീഷിൽ. 8:5 വായിക്കും. Who is this that cometh up from the wilderness, leaning upon her beloved? I raised thee up under the apple tree. അതെനിക്ക് ആപ്പിളെന്ന് കേട്ടാൽ മതി, മറ്റൊന്നും എനിക്ക് പിടികിട്ടിയില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഇംഗ്ലീഷില് ആപ്പിൾ ട്രീ അല്ലയോ? ആപ്പിൾ ട്രീ. ആപ്പിൾ തന്നെയാണ്. അപ്പൊ ആപ്പിൾ വരെ വന്ന ഇംഗ്ലീഷില്, മലയാളത്തില് നാരകം വന്ന. ഇനി അത് പറഞ്ഞ് 2 സഭയാകരുത്. ആപ്പിൾ സഭയെല്ലാം കൂടെ ഒന്നും ഒരു ചെറിയ കാര്യം മതി, 2 സഭ ഉടനെ ഉണ്ടാക്കും. അപ്പൊ എന്തായാലും കൊള്ളാം. മലയാളത്തിൽ അങ്ങോട്ട് നമ്മുടെ മലയാളികളാണല്ലോ നാരകത്തിന്റെ ചുവട്ടിൽ. അപ്പൊ ഇവിടെ പ്രസവിച്ചിട്ടതാ. പക്ഷേ ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് എല്ലാവരും എന്തുവാ 2 പേരോട് സംസാരിക്കുന്ന ആപ്പിളെന്നല്ലയോ? അങ്ങനെ തന്നെ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എന്നെ വെറുക്കപ്പെട്ടതാ. പക്ഷെ ആ കിടപ്പിൽ കിടന്ന് ഞാൻ ഒന്നെ കരഞ്ഞു ചാകുകയോ അല്ലെങ്കിൽ ഉറുമ്പ് കടിച്ച് കൊല്ലുകയോ വന്യജീവികളായ ഏതെങ്കിലും വന്ന് ഹിംസജന്തുക്കൾ വല്ലതും വന്ന് കടിച്ച് കീറി പറിച്ചു കീറി ഞാൻ നശിച്ചു പോകേണ്ടത്. പക്ഷെ അവിടെ നിന്ന് എന്നെ രക്ഷിച്ച ഒരു ഇടയച്ചെറുക്കനുണ്ട്. സ്തോത്രം. എന്നെ വീണ്ടെടുത്തൊരു ഇടയച്ചെറുക്കനുണ്ട്. ആ ഇടയച്ചെറുക്കനെ പറ്റിയാ ഞാൻ പാടി ഇങ്ങനെ പുലമ്പി സ്തോത്രമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പ്രിയനെ മറ്റു പ്രിയന്മാരെക്കാൾ വിശേഷത വല്ലതും ഉണ്ടോടി? അപ്പോൾ ആ വിശേഷതയെ പറ്റിയാ 5-ാം അധ്യായത്തിന്റെ 10 മുതൽ ഒന്നുകൂടെ വായിച്ചേ സ്റ്റീവേ. എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തും ഇരിക്കുന്നു. അവന്റെ കണ്ണ്. അതേ, താഴോട്ട് ഇങ്ങനെ വായിച്ചാൽ അംഗപ്രത്യംഗ വർണ്ണനയാ. നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളൂ.
സുന്ദരി നിന്നെ പ്രിയനെന്തു വിശേഷതയുള്ളോ. ആയിരം പത്താളെ നോക്ക് അതിൽ എന്നേശു മുഖ്യനായുണ്ട്. കരിങ്കാക്കയെ നോക്ക് അതിൽ എന്നേശുവിൻ മുടിയുണ്ട്. നല്ലോരിൽ സുന്ദരി നിന്നെ പ്രിയനെന്തു വിശേഷതയുള്ളോ. നല്ലോരിൽ സുന്ദരി നിന്നെ പ്രിയനെന്തു വിശേഷതയുള്ളോ. അത് സൈമൺ സാറിന്റെ പാട്ടാ. നല്ല പാട്ടാ, നല്ല പാട്ടാ. അത് താരാട്ട് പാട്ടിന്റെ ട്യൂണില്ല. നമ്മൾ താരാട്ട് പാട്ടുമൊക്കെ പിള്ളേർ ഇപ്പം പിന്നെ ആ പാട്ട് താരാട്ടും ഒന്നുമില്ല. നല്ല ട്യൂണിലാണ് എഴുതിയേക്കുന്നത്. യേശുവിനെ വർണ്ണിക്കുന്ന പാട്ടാണ്. ഇതുപോലെ താരാട്ട് പാട്ടല്ലെങ്കിലും കരിയമ്പിളാവിൽ നിന്നിറങ്ങിയ പാട്ടാ എൻ പ്രിയനെ പോലെ സുന്ദരനായി. അതിനോട് കടപിടിക്കാൻ വേറെ അതാ. നിങ്ങളുടെ ഇരിപ്പുണ്ട്, അവർക്കൊന്നും ഒരു തൊഴിലും ഇല്ല, ചുമ്മായിരുന്നു. എൻ പ്രിയനെ പോലെ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും കാണുകയല്ലെന്ന്. എന്തോ വരിക. എന്നാലും എലന്തൂരിരുന്നൊരു പുള്ളി എഴുതി, ഇത്ര മകാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ. ഇത്ര മകാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ. എന്തോ നല്ല വരികളാ. ഈ പഴയ പാട്ടുകളൊക്കെ ഭക്തന്മാർ എഴുതി വെച്ച് എന്തോ അത് പാടുമ്പോൾ ഇപ്പോൾ ഒരു ചൈതന്യമാണ്. അന്നേരം ഇപ്പോൾ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും അല്ലെങ്കിലും ചിലത് ഉമ്മാ മെനക്കേട് കേസാ. അത് പാടാനും കുറേ പേര് ഉണ്ട്. എല്ലാ പാട്ടും മോശമാണെന്നല്ല, എന്നാലും മിക്കതും കച്ചിത്തുറുവിന് തീ പിടിച്ചതുപോലെ തുറുവിന് പിടിച്ച് അടുത്തോട്ട് ചെല്ലാനൊക്കത്തില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ നല്ല ഭൂവത്തിൻ്റെ കനലിന് തീ പിടിച്ചാൽ നിന്ന് കത്തും. പഴയ പാട്ടൊക്കെ അങ്ങനെ ഭൂവത്തും കനൽ പോലെ നിന്ന് കത്തും. അഥവാ ഒരു ചാരമൊക്കെ ചൂടിക്കിടന്നാലും പിന്നെ ഒന്ന് ഊതിക്കേ നിന്ന് കനൽ കത്തും. അപ്പം സൈമൺ സാർ അവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതിയപ്പം കരിയമ്പളാവിലിരുന്ന് പുള്ളി ഇങ്ങനെ എഴുതി. എന്നാലും എലന്തൂരിലെ പുള്ളി എന്നെ എല്ലാവരും ഒരു സന്തോഷമൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. ഇതുപോലെ ശ്രേഷ്ഠനും ഉന്നതനും മഹിമയുള്ളവനും വേറൊരുത്തനില്ല. ദൈവത്തിന് മഹത്വം. എം. ചെറിയാച്ചൻ്റെ പാട്ട് നല്ലതാ. എന്തോ നല്ല പാട്ടുകളാ. മുന്നേടുന്നവൻ നീ എന്നും മാറാതിരുന്നവൻ നീ വന്നവൻ നീയേ വരാനുള്ളവൻ നീയേ വന്നിത വല്ലഭനേ വന്നവൻ നീയേ വരാനുള്ളവൻ നീയേ വന്നിത വല്ലഭനേ സുന്ദര രക്ഷകനേ സുന്ദര രക്ഷകനേ സുന്ദര രക്ഷകനേ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഇങ്ങനെ ഞാനങ്ങ് പാടും, നിങ്ങൾ കേട്ടിരിക്കും. പിന്നെ യോഗം കഴിയുമ്പോൾ നിങ്ങൾ പറയൂ, ഓ ചുമ്മാ കുറേ പാട്ടും പാടി അയാൾ നാട്ടിൽ കേൾക്കാത്ത പാട്ടും പാടിയേച്ച് പോയിന്ന് ചിലർ പറയും. അതുകൊണ്ട് അത് ആ പേര് കേൾപ്പിക്കുന്നില്ല.
അപ്പൊ യേശുക്രിസ്തുവിന്റെ വർണ്ണന ഒരു വരകാരനും വരച്ച ഒക്കത്തില്ല. രവിവർമ്മ ഇനിയുടെ ഉയർത്തു വന്ന് വരച്ചാൽ പോലും ഒക്കത്തില്ല. അതിലും ശ്രേഷ്ഠനായ യേശുക്രിസ്തു. അപ്പൊ ഇന്ന് ഈ കാണുന്ന ഫോട്ടോയോ പ്രകൃതിയോ രീതിയോ രൂപമോ ഒന്നുമല്ല യേശുവിൻ്റെത്. അവിടുന്ന് വർണ്ണിക്കാൻ ഒക്കത്തില്ല. അതുപോലെ ശ്രേഷ്ഠന് ഉന്നതനുമാണ്. ഇവിടെ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ആമേൻ കർത്താവിന്റെ വിശേഷതകളെ പറ്റി പൗലോസ് ചില കാര്യം ഓർപ്പിക്കുക. വായിച്ചേ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14 മുതൽ വായിച്ചോ മോനെ. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. പിന്നെ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും, അവിടുന്ന് അദൃശ്യനാകുന്ന ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. പിന്നെ സർവ്വലോകത്തിലുള്ളതും ഭൂമിയിലുള്ളതും അദൃശ്യമായതും ദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. എന്തെല്ലാം വിശേഷതകളാ! അപ്പൊ ഈ കൊലോസ്യ പട്ടണത്തിലും കൊലോസ്യ സഭയിലുമൊക്കെ തത്വജ്ഞാനികൾ ഇഷ്ടം പോലെ വന്നു. എന്തുവാ തത്വജ്ഞാനി എന്നുള്ള ഇംഗ്ലീഷ്? എന്തുവാ ഡോക്ടർ? ഫിലോസഫിയാണോ? ഇരിക്കട്ടെ, ഇംഗ്ലീഷ് ഫിലോസഫി ഇല്ലയോ? ഫിലോസഫർ. ഇപ്പൊ സഭയ്ക്കകത്തെല്ലാം ഒത്തിരി ഫിലോസഫർമാരുണ്ട്. കൈയടിക്കുകയല്ല, പാട്ട് പാടുകയല്ല, കാലും വെച്ച് തള്ളവരിലും ഒക്കെ ഉറപ്പിച്ച് ഞായറാഴ്ച വന്നിരിക്കുക. ഇവൻ എന്തോ ചെയ്യാൻ വന്നേക്കുക. നമ്മൾ പറയാം പുള്ളി ഫിലോസഫർ. ഏനാടോ കൊച്ചനെ ദോഷമായി. അപ്പൊ ഒത്തിരി ഫിലോസഫി സഭയ്ക്കകത്ത് കയറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പൗലോസ് ഒരു കാര്യം കർക്കശമായി പറഞ്ഞു. മോനെ 2:8 ഒന്ന് വായിച്ചേ. 2:8 കൊലോസ്യ ലേഖനം 2:8. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. വളരെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഒത്തിരി എണ്ണം സഭയ്ക്കകത്ത് ഇപ്പൊ കയറിയിട്ടുണ്ട്. നുഴഞ്ഞു കയറിയെന്ന പൗലോസ് ഗലാത്യ ലേഖനം 2 പറഞ്ഞിരിക്കുന്നതും യൂദ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു നുഴഞ്ഞു കയറിയെന്ന. വായിച്ച മോനെ കൊലോസ്യ ഗലാത്യ ലേഖനം 2. ദോഷമായി ഗലാത്യ ലേഖനം 4 വായിര്. ഗലാത്യർ 2:4. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങി കൊടുത്തില്ലെന്ന. ഈ ദൈവദാസന് ഒരു മൈക്ക് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടോ മോനെ? ജോഷുവായി ഒരെണ്ണം ഭാഷ കൂടെ കൊടുക്കണം. മൈക്ക് കൂടെ പെട്ടെന്ന് കൊണ്ടുപോകാം. ഇവിടെ ഒന്ന് എഴുന്നേറ്റ് പാടോ. ഒന്നാമത്തെ സമയവും ഇല്ല. ഓടി വാ മോനെ. ഈ ദൈവദാസന് ഒരു മൈക്ക് കൊടുക്കുക. സ്റ്റീവിന് ഒരു ഇവൻ്റെ ഉണ്ടല്ലോ, വായിക്കണം. എന്നാ ഇങ്ങോട്ട് പോ. ഇവിടെ ഇങ്ങോട്ട് പോ. ഇങ്ങോട്ട് വരാൻ ഞാനല്ലേ വിളിച്ച്. അവിടോട്ടിരിക്കും, ഞാൻ ഇന്നിടത്തോട്ടിരിക്കും. രണ്ടുപേരും എനിക്ക് സഹായിച്ചു തരണം. ഇന്ന് നിങ്ങൾക്ക് 2 പേർക്കും ഭാഗ്യം. അപ്പൊ ശ്രദ്ധിക്കുക, സഭയ്ക്കകത്ത് ഫിലോസഫി പഠിപ്പിക്കുന്നവർ കയറി ഒത്തിരി എണ്ണം. ഇവരിതിനകത്ത് കയറി വെറുതെ ഇങ്ങനെ എന്തുവാ തത്വജ്ഞാനം അറിയിക്കുക. അപ്പൊ ഇവര് പഠിപ്പിച്ചതിന്റെ വേറൊരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ യേശു മാത്രം പോരാ, നമുക്ക് വേറെയും കുറെ കാര്യവും കൂടെ വേണം. ഇതൊക്കെയായി പഠിപ്പിക്കുന്നത്. യേശുവിനെ മാത്രം കൊണ്ട് എങ്ങനെയാ ജീവിക്കുന്നത്? ഇന്നും അതല്ലേ സഭയ്ക്കകത്തും എല്ലാം കൊണ്ട് കയറ്റുകയോ. യേശു മാത്രം പോരെന്ന്. നമുക്ക് MLA വേണം, MP വേണം, മന്ത്രി വേണം, പിന്നെ എന്തൊക്കെ വേണം. നിങ്ങളാരും ഇവിടെ ഒന്നും അല്ലേ. യേശു മാത്രം പോരെന്ന്. നമുക്ക് ഒത്തിരി ആൾക്കാർ വേണം. അതിന് പക്ഷം പിടിക്കുക, ചിത്രിപ്പുണ്ടാക്കുക, അസ്വസ്ഥത ഉണ്ടാക്കുക, എല്ലാം ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്. നമുക്ക് ലോകം വേണമെന്ന്, പലതും വേണമെന്ന്. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ യേശു മാത്രം പോരാ, വേറെ പലതും വേണമെന്ന് സഭയ്ക്കകത്ത് കയറി പഠിപ്പിച്ചപ്പോൾ അവൻ പൗലോസ് ഇതിനെ കർക്കശമായി എതിർത്താ സംസാരിച്ചേ.
എതിർത്ത് സംസാരിച്ചു പൗലോസ് ഒരു പ്രയോഗം പറഞ്ഞു. 17-ാം വാക്യം വായിച്ച മോനെ, 17-ാം വാക്യം പെട്ടെന്ന് വായിര്. എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കുകയും 1:17 1:17 വായിച്ചു. എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാർ 1:17 ഗലാത്യർ അല്ലെന്ന് നമ്മുടെ കൊലോസി ലേഖനം 1:17 വായിച്ചു. അവൻ സർവത്തിനും മീതെ മുമ്പേ ഉള്ളവൻ. മതി, അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ. മതി മതി. അപ്പൊ ഈ സഭയ്ക്കകത്ത് പറഞ്ഞു യേശു മാത്രം പോരാ, വേറെ പലരും വേണം. അപ്പോൾ പൗലോസ് ഇതിനെ കർക്കശമായി എതിർത്തിട്ട് പറയുക, അവിടുന്ന് സകലത്തിനും സർവത്തിനും മുമ്പൻ. ദൈവത്തിന് മഹത്വം. യേശു സകലത്തിനും മുമ്പനാ. യേശു ക്രിസ്തു മാത്രം മതി. യേശു ഉണ്ടെങ്കിൽ നിനക്കെല്ലാം ഉണ്ട്. യേശുവില്ലാതെ നീ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും എന്തെല്ലാം നേടിയെടുത്താലും അതെല്ലാം ഒടുവിൽ ശൂന്യത്തിലാകും. എന്നാൽ ഒന്നുമില്ലെങ്കിലും യേശു ഉണ്ടോ, നീ രക്ഷപ്പെട്ടു. സ്തോത്രം. നീങ്ങുന്നതിയം ധനിയാകാൻ നിധിയാം തീയിൽ ഊതി കഴിച്ച പൊന്മതിയാ പൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്രമ ധനികൻ ഇല്ലറിയ. എന്തിനാകുലം കലരുന്നൻ മനമേ, എന്തിനാകുലം കലരുന്നൻ മനമേ, യേശു നായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരുന്നൻ മനമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അവൻ യേശു ക്രിസ്തുവാണ് സകലത്തിനും മുമ്പൻ. അവിടുന്നാണ് സർവത്തിനും അവൻ കാരണഭൂതൻ. ലേഖനത്തിൽ വായിക്കുക, സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനും അവിടുന്ന് മാത്രമാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ, യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിനക്ക് രക്ഷയാ. യേശു നിന്റെ ജീവിതത്തിന്റെ പ്രഥമ വ്യക്തിയാണെങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. ഇന്ന് രാത്രി യേശുവില്ലാതെ, യേശുവിനെ കൂടാതെ എന്ത് ചെയ്താല് അതെല്ലാം ശൂന്യതയാ. അവിടുന്ന് സർവത്തിനും മുമ്പനാ, സകലത്തിനും അവൻ വലിയവനാ, ദൈവത്തിന് മകൻ. ഇതാണ് ഈ കൊലോസ്യ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുകൊണ്ട് തത്വജ്ഞാനവും വെറും വഞ്ചനം കൊണ്ടും ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ. വായിച്ചേ 2:8 കൊലോസ്യ ലേഖനം 2:8. മോനെ മൈക്ക് കൊടുന്ന് വായിച്ചോട്ടെ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ദൈവമക്കൾ വളരെ സൂക്ഷിച്ചോണം. മറ്റുള്ള ഉപദേശങ്ങൾ, മറ്റുള്ള വിഷയങ്ങൾ, യേശു പോരാ വേറെ പലതും വേണം എന്നൊക്കെ പറഞ്ഞ് പലരും അടുത്ത് പറ്റിക്കൂടി വരുമ്പോൾ വേറെ പുസ്തകം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും വേറെ പുസ്തകം വിശ്വസിക്കുന്നവർ പറയണം യേശുവാണ് സകലത്തിനും മുമ്പൻ, യേശു മതി. ദൈവത്തിന് ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. അപ്പൊ ഈ ലേഖനം വളരെ ഈടുറ്റ ആഴമേറിയ ലേഖനമാണ്. മാത്രമല്ല സുവിശേഷത്തിന്റെ വിശേഷതകൾ ഒത്തിരി ഉണ്ട്. അതിലൊരു വിശേഷത ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. സുവിശേഷത്തിന്റെ വിശേഷത ഞാൻ സാധാരണ പ്രസംഗിക്കും. സുവിശേഷത്തിന്റെ വിശേഷത നിരവധി അനവധിയാണ്. 2 കാര്യം ഇവിടെ പറയാം. ഒത്തിരി ഉണ്ട്, 2 കാര്യം, കാരണം എല്ലാം പറയണമല്ലോ. സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. അതിലെ 2 കാര്യം. ഒന്ന്, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, സുവിശേഷത്തിന്റെ ഒരു വിശേഷത, ഈ സുവിശേഷം പറയുമ്പോൾ അഭിമാനത്തോടെ പറഞ്ഞോണം. ചുമ്മാ ചതഞ്ഞ് എല്ലാവരും കാണുമ്പോൾ ചൂളി, പിള്ളേരുടെ ഭാഷ പറഞ്ഞ എന്തുവാ ഷെഡിൽ കയറിയൊന്നും പറയരുത്. ഇതെല്ലാവരുടെ നല്ല അഭിമാനത്തോടെ പറയണം. അത് ടൗണിൽ നിന്ന് പറഞ്ഞാൽ, റാന്നി പട്ടണത്തിലാന്നേലും, ഏഴോലിൽ നിന്ന് പറഞ്ഞാൽ, ഇനി അമേരിക്ക പോയി പറഞ്ഞാലും, കാനഡയിലാന്നേലും, കാവാലത്താന്നേലും, കരിയമ്പളാവിലാന്നേലും നല്ല അഭിമാനത്തോടെ പറയണം. നിന്റെ കുടുംബത്തിൽ വലിയ 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 പുള്ളിക്കാർ കാണും. ഞങ്ങൾ കാച്ചാനത്തെയാ, ഞങ്ങൾ ഏഴോലിലെയാ, കുമ്പമ്പുഴയിലെയാ, അല്ല കുമ്പംകുടിയിലെയാ, ഞങ്ങൾ മുള്ളംകാട്ടിലെയാ, ഞങ്ങൾ വേങ്ങത്തോട്ടത്തിലെയാ, ഞങ്ങൾ ഇന്നടത്തെയാ, പിന്നെ ഏതൊക്കെയാ വീട്ടുപേരെ ഞാനങ്ങ് മറന്നു പോയില്ല. ഇത്ര മതിയല്ലയോ? ഞാൻ റാന്നി വയലായിലെയാ, ഞാൻ പനവേലിയിലെയാ, പനവേലി, പിന്നെ
സ്തോത്രം. ഞാൻ ഇന്നടുത്ത് ഞങ്ങളുടെ ആൾക്കാരായി ഇവിടൊക്കെ ഏത് കൊല കമ്പനോടും നല്ല അഭിമാനത്തോടെ പറയണം. അച്ഛനോടും പറഞ്ഞോണം, മെത്രാനോടും പറഞ്ഞോണം, തിരുമേനിയോടും പറയണം, ഐമേനിയോടും പറയണം, അയ്യായോടും പറയണം, ഉപദേശിയോടും പറയണം, സെൻട്രൽ പാസ്റ്റോടും പറഞ്ഞോണം, അവന് പ്രസിഡന്റിനോട് സൂപ്രണ്ടിനോടും പറഞ്ഞോണം, AG-യുടെ ഓവർസിയറോടും പറഞ്ഞോണം, ചർച്ച് കോഡ്, IPC പ്രസിഡന്റ്, സകല ആൾക്കാരോട് എവിടെയും ഹൈന്ദവനോടും മുസ്ലിം സഹോദരനോടും ജൈനനോടും ബുദ്ധനോടും എന്നെ പാഴ്സിയോടും അവൻ അറബിയോടും സകല ആൾക്കാരോടും സുവിശേഷം അഭിമാനത്തോടെ പറയണം. ഒരു വാക്യം വായിരു, റോമാലേഖനം 15:21 വായിരു. ഇതെല്ലാം വചനത്തിലുള്ളതാ. നിങ്ങൾ ഓർക്കുന്ന ഇളക്കം കയറി പുള്ളി പറഞ്ഞതാണ്. വായിരു. അറിവ് കിട്ടി. ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരുശലേമിലേക്ക് യാത്രയാകുന്നു. 15:21 ആണോ? അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടല്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. സുവിശേഷം അറിയിക്കുവാൻ അഭിമാനിക്കുന്നു. ഇത് അഭിമാനത്തോടെ പറയണം സുവിശേഷം. നിന്റെ കുടുംബക്കാരെ കാണുമ്പോൾ നീ ചൂളരുത്. ചില വലിയ കീറുവാണ്, ഞങ്ങൾ ഏത് കുടുംബമാണെന്ന്. ഏത് കുടുംബമാച്ചാ? തോമാസിലേക്ക് നേരെ ഞങ്ങളുടെ വീട്ടിലോട്ടല്ലേ വന്നേ. പുള്ളി കൊടുങ്ങല്ലൂർ ഇറങ്ങിയിട്ട് എങ്ങും പോയില്ല, നേരെ ഏഴോലിക്ക്. ചുമ്മാ കീർവാണ പഠിക്കാതെ എന്നാ ദീർഘശാസ്ത്രത്തിലൊരു കാലേലിയ ഞാൻ കേട്ടു. ദൈവത്തിന്റെ മഹത്വം. ചിലരങ്ങ് വലിയ കീർവാണ പഠിക്കുക, ഞങ്ങൾ ഇന്നെടുത്തിയാ. ഇപ്പൊ താണ്ട പുതിയ വിധിയൊക്കെ വരുന്നു, കോടതി വിധി, വംശശുദ്ധി. അറിഞ്ഞില്ലേ? ഒന്നും അറിഞ്ഞില്ലേ? എന്നാ ശുദ്ധിയാടാ, ചുമ്മാ വെടലത്തരവെല്ലാം പറ. കോടതി വിധിക്കട്ടതാ നല്ലത്. നീ ഏത് വംശശുദ്ധി പറഞ്ഞാലും വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? സകല എണ്ണ ഒറ്റ ഒരു തന്നെ സന്തതിയാ. പിന്നെ ഇടക്കാലം നിനക്ക് ഇച്ചിരി വംശശുദ്ധി, ഈ ഊളം വർത്താനം പറയാതെ. പണ്ട് പട്ടരെ ഇന്റർവ്യൂവിന് വിളിച്ചു. പട്ടര ഈ നാട്ടിലൊരു ചൊല്ലുണ്ട്, പട്ടൻ്റെ ഇടയിൽ പൊട്ടനില്ലെന്നാ. അപ്പോൾ പട്ടരെ അങ്ങോട്ട് ഇന്റർവ്യൂവിന് വിളിച്ചു. ഇന്റർവ്യൂ ഇടുന്ന പുള്ളി പട്ടരെ കാതി കടുക്കനും ഒക്കെ ഇടുന്നതാ, അവരുടെ ആചാരമാണ്. അപ്പോൾ അങ്ങോട്ട് വന്നിരുന്ന ഉടനെ ഇന്റർവ്യൂ ചെയ്തവൻ ക്രിസ്ത്യാനിയാ. ഉടനെ അയാൾ ഇന്റർവ്യൂ ചെയ്താൽ പോരെ, ഉടനെ ക്രിസ്ത്യാനിയാ ഇന്റർവ്യൂ ചെയ്യുന്ന പട്ടരെ. അയാൾ വന്ന് മര്യാദയ്ക്ക് വന്നിരിക്കുക, പാലക്കാടൻ പട്ടന്. അവർ നമ്മുടെ ഇവിടുത്തെ പുള്ളിയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇന്റർവ്യൂ ചെയ്തപ്പം ഇന്റർവ്യൂ ചെയ്യുന്ന കാര്യമല്ല ചോദിക്കുന്നത്. ഉടനെ അവൻ ചോദിക്കുക, ഈ കാതയിൽ എന്തിനാ, ഈ തുള എന്തിനാന്ന്. അയാൾ കടക്കനിട്ടതിൻ്റെ കിടുത്ത കിടപ്പുണ്ട്. ഇവൻ ചോദിക്കുക കാത്. ഉടനെ പാട്ടനല്ലേ, അയാൾ പറഞ്ഞു ഇത്രയും ഊളം ചോദ്യം വരുമ്പോൾ ഇതിലേ അങ്ങ് പോകാനാണ്. മതിയല്ലോ, തിരുപ്പതി ആയില്ലേ, തീർന്നല്ലോ. ഇത്ര ഊളം ചോദ്യം വരുമ്പോൾ കിടുത്തേക്ക് അകത്തോട്ട് പുറകോട്ട്. അല്ല, അത് ഞാനും അങ്ങനെ അങ്ങ് പറയുക. വംശശുദ്ധി. എന്തോ ശുദ്ധി? എടാ കരുതേ, വായിക്കേ, ഒരു വാക്യം വായിച്ചേ. ഈ കരുതകളല്ലേ ഒന്ന് കേൾക്കട്ടെ. ഏതാ വംശശുദ്ധി പറയുന്ന കരുതകൾ? അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 26. വായില്ലേ, പെട്ടെന്ന് വായിരേ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യ ജാതിയൊക്കെയും ഉളവാക്കി. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കേണ്ടതിന് അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. അതുകൊണ്ട് ഇവിടെ ആരും വംശശുദ്ധി പറഞ്ഞ് ഞെളിയരുത്. സകല മനുഷ്യനും ഒറ്റ ഒരുത്തന്റെ സന്തതിയാ. അങ്ങനെ വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് അത് തന്നെ അതിന്റെ സത്യവും. ചിലർക്കല്ല ഒരു പരുവക്കേട് പോലെ. തർക്കം വല്ലതും ഉണ്ടോ? മൊത്തം വായിക്കുന്നത് തർക്കം വല്ലതും ഉണ്ടോ? സകല എണ്ണവും ഒറ്റ ഒരുത്തന്നെ സന്തതിയാ. ആദിമനുജനാം ആദാമിൽ കൂടല്ലോ, ആദിമനുജനാം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതോ. ആദിമനുജനാം ആദാമിൽ കൂടല്ലോ
ഏവർക്കും പാപ പരിഹാരത്തിനായി, ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വീട്ടുകത്തിൽ വന്ന പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്, പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്. അപ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്നത് സകല മനുഷ്യനും ഒറ്റയൊരുത്തന്റെ സന്തതിയാണ്. ഇത് മിക്കവരും വിശ്വസിക്കുന്നൊന്നുമില്ല, ചുമ്മാ ഈ പുസ്തകം എടുത്ത് നടക്കുന്നതേ ഉള്ളൂ. ഞായറാഴ്ച നാളെ വെളുപ്പിനെ കണ്ടു, നാളെ രാവിലെ മുതൽ പുസ്തകം എടുത്ത് കുറേ എണ്ണം IPC, കുറേ എണ്ണം അസംബ്ലീസ് കോടതി, കുറേ എണ്ണം ചർച്ചക്കോടി, കുറേ എണ്ണം നെല്ലിക്കാമണ്ണി, കുറേ എണ്ണം റാന്നിക്ക്, കുറേ എണ്ണം കൊട്ടാരക്കര, കുറേ എണ്ണം കോഴിക്കോട്ടിന്. എന്തിനാടാ ഇങ്ങനെ നടക്കുന്നത്? പുസ്തകം ഒട്ട് വിശ്വസിക്കുന്നുമില്ല. ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഞാൻ എഴുതിയതല്ലത്, വായിപ്പിച്ചതാ, ദൈവദാസനെ കൊണ്ടാണ് വായിപ്പിച്ച്. ഞാനന്ന് എൻ്റെ ബൈബിള് മടക്കിയും വെച്ചിരിക്കുക, അല്ലെ പറയാം അയാൾ തന്നെ എഴുതിയതാന്ന് പറയും. നിങ്ങളെ കൊണ്ടാ വായിപ്പിക്കുന്നത്. അച്ഛാ ഒന്നുകൂടെ ഒന്ന് വായിച്ചേ ആ 17:26. അല്ലേ അവന് ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ. കേക്ക് കേക്ക്, ചെവി തുറന്ന് കേക്ക്. വെളിപ്പാട് പറമ്പില് കേൾക്കാൻ ചെവിയുള്ളവൻ കേക്ക്. ഒന്നുകൂടെ വായിച്ചേ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യരും അവൻ ഒറ്റയൊരുത്തന്റെ സന്തതിയാ. വിശ്വസിക്കുന്നില്ല, അതാ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് സഭയ്ക്കകത്ത് വരുന്ന നീയും വളരെ സൂക്ഷിച്ചോണം. ഞാൻ ഇച്ചിരി വലിയടത്ത്, ഞാൻ വലിയ പുള്ളിയാ, ഞാൻ ഇച്ചിരി കിളന്നതാ, മറ്റവൻ അത്ര പോരാ, അവൻ ഈയിടെ ഉണ്ടായ കാശ, അതിൻ്റെ കുത്തല, ഇന്നൊന്നും തരംതിരിക്കരുത്. യാക്കോബിന്റെ ലേഖനം പഠിപ്പിക്കുന്നത് മുഖപക്ഷം കാണിച്ചാൽ അത് പാപമാ. ദൈവത്തിന് മഹത്വം. ആട്ടെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം, അതല്ലല്ലോ ഇന്നത്തെ വിഷയം. അതുകൊണ്ട് ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുകയാ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആമേൻ, സ്തോത്രം. സകലത്തിന് മുമ്പ് യേശു ക്രിസ്തുവാണ്. ദൈവത്തിന് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ആവശ്യമില്ലാത്ത തത്വജ്ഞാനങ്ങളും വഞ്ചനകളും ഒക്കെ കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്, സൂക്ഷിക്കണം. ഈ കൊലോസ്യ ലേഖനം യേശു ക്രിസ്തുവിന്റെ മഹിമയെ പറ്റി വർണ്ണിക്കുന്നതാ. ഞാൻ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല, നമുക്ക് മടങ്ങി വരാം. 1-ാം അധ്യായത്തിൽ ദൈവമക്കളുടെ അവകാശത്തെ പറ്റി പറയാം. നമുക്കൊരു നല്ല അവകാശം വെച്ചിട്ടുണ്ട്. അതാണ് 13-ാം വാക്യം വായിച്ച 1-ാം അധ്യായത്തിന്റെ 13. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ രാജ്യത്തിലാക്കി വെക്കുകയും. അപ്പൊ ശ്രദ്ധിക്കുക, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച ഒരു ദൈവമുണ്ട്. ഏതാ? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്. എന്താ ഇരുട്ട്? എല്ലാ വാക്യങ്ങളും പഠിപ്പിക്കുന്നില്ല. വേറെ പുസ്തകം പഠിച്ചാൽ ഇരുട്ടെന്നുള്ളത് പ്രധാനമായിട്ട് 3 കാര്യത്തെ കാണിക്കുക. ഇരുട്ട്, 1 ഇരുട്ട് പാപം, 2 ഇരുട്ട് പിശാചിനെ കാണിക്കുന്നു, 3 ഇരുട്ട് നരകത്തെ കാണിക്കുന്നു. അപ്പൊ ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ പിടിയിൽ നിന്ന്, ദൈവത്തിന് മഹത്വം, പിശാചിന്റെ പിടിയിൽ നിന്ന്, ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ നരകക്കുഴിയിൽ നിന്ന് നിന്നെ രക്ഷിച്ച മാർഗമാണ് സുവിശേഷം. സ്തോത്രം. അതുകൊണ്ട് ഒന്നുകൂടെ ആവർത്തിച്ച് പറയാ, നരകക്കുഴിയിൽ നിന്ന്, പാപത്തിന്റെ പിടിയിൽ നിന്ന്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ഒരേ ഒരു മാർഗം, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ രക്ഷയുടെ മാർഗമാണ്. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇരുട്ട് 3 കാര്യത്തിൽ: 1 പാപം, 2 പിശാച്, 3 നരകം. നമുക്കറിയാമല്ലോ, എല്ലാം എടുത്ത് വായിപ്പിക്കാൻ നേരമില്ലോ. രാജഭൃത്യന്റെ കല്യാണത്തിന് പോയ ചെറുക്കനെ, അവൻ്റെ രാജാവിൻ്റെ മോൻ്റെ കല്യാണം ക്ഷണിച്ചവരാരും സമയത്ത് ഒറ്റൊരുത്തനും വന്നില്ല. എല്ലാത്തിനും കത്തുമൊക്കെ കൊടുത്തതാ.
നമ്മൾ ഇപ്പം കണ്ടിട്ടില്ലേ കൊടുക്കുന്നത്. പ്രൗഢി അനുസരിച്ചാണ് ഇതൊക്കെ അടിച്ചു ഇറക്കുന്നത്. അങ്ങനെയാണെന്നല്ലേ ഇപ്പോൾ എല്ലാ കാര്യവും. അപ്പോൾ പക്ഷേ ക്ഷണിച്ചവരാരും സമയത്ത് ഒറ്റ ഒരുത്തനും വന്നില്ല. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്ത് ചെയ്യണം, നമ്മൾ വിളിച്ചവരല്ല. അപ്പോൾ ചുമതലപ്പെട്ടിട്ട് പറഞ്ഞു, ആരും വരത്തില്ല യജമാനന്. ഒരുത്തന് ഇവിടെ കാളയെ മേടിച്ചു. അവൻ കാളയുടെ പുറകെ. മറ്റവന് അവൻ ഈയുടെ നിലവല്ല മേടിച്ചു, അതിൻ്റെ പുറകെ പോയി. മറ്റവന് അവൻ്റെ കല്യാണം കഴിഞ്ഞ് അവന് അമ്മായിയമ്മ കൊടുക്കുന്ന ചോറ് നെയ്യ് ഒഴിച്ച്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പണ്ട്. അപ്പോൾ ഒറ്റ ഒരുത്തനും സമയത്ത് വന്നില്ല. അവിടെ ഒരു പദമുണ്ട്, എല്ലാം ഒഴിവ് കഴിവ് പറഞ്ഞെന്ന. അത് സൈമൺ സാർ ഒരു വരി കൊടുത്തിട്ടുണ്ട്. ഒഴികഴിവ് ഓരോ തരം പറഞ്ഞൊരു നേരം, ഒഴികഴിവ് ഓരോ തരം പറഞ്ഞൊരു നേരം, ഒരുത്തനു നിലത്തിനായി മനസ്സിൽ വിചാരം, നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനു സാരം, മുടക്കുണ്ട് കാളകളാൽ അവരനു പാരം, രാജാൽമജ വിരുന്നതിൻ വിവരം. ജോഷുവായി അതിൻ്റെ ശബ്ദം ഇച്ചിരി കുറയ്ക്കണം, ഞാൻ പാടുമ്പോൾ നീ ഉറങ്ങുക. ഒഴിക്കഴി പോരോ തണ്ട് പറഞ്ഞൊരു നേരം, ഒരുത്തനു നിലത്തിനായി മനസ്സിൽ വിചാരം, നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനു സാരം, മുട്ടക്കുണ്ടു കാളകളാൽ അവരനു പാരം, രാജാൽമജ വിരുന്നതിൻ വിവരം, രാജാൽമജ വിരുന്നതിൻ വിവരം. ഉപമയോ മകസാരം, രാജാൽമജ വിരുന്നതിൻ വിവരം. അപ്പൊ ശ്രദ്ധിക്കുക, സകല എണ്ണോ ഒഴിവഴി പറഞ്ഞു. ഒടുവിൽ രാജാവ് ഒന്ന് നോക്കിയപ്പോൾ ആമേൻ കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരുത്തനകത്ത് കയറി വിസ്തരിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, അവനെ പിടിച്ചു കെട്ടി ആമേൻ പട്ടണത്തിന്റെ പുറത്തുള്ള മതിലിങ്ക കൂടി അവനെ ഇരുട്ടിൽ തട്ടിയെന്ന. അത് നരകത്തിന് നിഴലായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇരുട്ട് ഒന്ന് പാപത്തെ കാണിക്കുന്നു, 2 പിശാചിനെ കാണിക്കുന്നു, 3 നരകത്തെ കാണിക്കുന്നു. ഈ പാപത്തിന്റെ പിടിയിൽ നിന്നും, പിശാചിന്റെ പിടിയിൽ നിന്നും, നരകത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിവുള്ള മാർഗമാണ് സുവിശേഷം. ഇന്ന് രാത്രി ആ സുവിശേഷമായി ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഒരു വിശേഷത, 2 വിശേഷത എന്ന് പറയുന്നുള്ളൂ. വിശേഷത ഇത് അഭിമാനത്തോടെ പറഞ്ഞോണം. അങ്ങനല്ലേ 15:21 അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നു, വായിച്ചത് റോമാലേഖനം 15:21 അല്ലയോ മുമ്പേ വായിച്ച, ഒന്നുകൂടെ വായിച്ചതാ. ദൈവത്തിന്റെ മഹത്വം. റോമാലേഖനം 15:21 അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. സുവിശേഷം അറിയിക്കുവാൻ അഭിമാനിക്കുന്നത്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ ഓർത്ത് ഇതിന്റെ ആമൻ വ്യത്യാസമൊന്നും വരുത്തരുത്. ചാർച്ചക്കാർ, ബന്ധുക്കൾ ചെല്ലു പറയാറുണ്ട്, ഞങ്ങളുടെ വീട്ടിലെല്ലാ എഞ്ചിനീയേഴ്സും പ്രൊഫസേഴ്സും ഡോക്ടേഴ്സും വലിയ ബിസിനസ്സുകാരാണ്. അതിൽ സന്തോഷം, നല്ല കാര്യം. പക്ഷെ അവരെ ഒന്ന് ഓർത്ത് ഇതിന്റെ അഭിമാനത്തിനൊന്നും കോട്ടം വരുത്തരുത്. സ്തോത്രം. നീ ഒരു ദൈവവൈതലാണെന്ന് അഭിമാനത്തോടെ പറയണം. മറ്റുള്ളവരുടെ ഇടയിൽ ചെല്ലുമ്പോൾ ചോദിക്കും, ബെന്തിക്കോസിലാണോ? ഞാൻ എൻ്റെ ശൈലി പറയാം കേട്ടോ, ബെന്തിക്കോസിലാണോ? ഉടനെ നമ്മൾ ചെല്ലുമെന്ന്, അങ്ങനൊന്നും ഇല്ല. ഇങ്ങനെ എടാ പൊട്ടൻ ചെറുക്ക, നീ നല്ല തൻ്റെ കൊടുത്ത ഓർമ്മ. ഞാനൊരു സുവിശേഷകനാ, ഞാനൊരു ദൈവവൈതലാ, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈതലാ, ഞാൻ യേശുവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാ, ഞാൻ യേശുവിൻ്റെ പടയാളിയാ. ഇത് നല്ല അഭിമാനത്തോടെ പറയണം. ഇരുത്തിക്കൊണ്ട് പുകച്ചു എന്നും പറയല്ല, നല്ല അഭിമാനമായിട്ട് മേഴ്സി ആൻറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ യാത്ര ചെയ്തപ്പോൾ നിന്ന് പെരുക്കുന്നു, എന്തോ ശബ്ദവും നല്ല വാക്ചാതുര്യവും. അത്ര ഒന്നും എനിക്കില്ല വാക്ചാതുര്യവും. നന്നായിട്ട് നല്ല ഈ പദങ്ങളെല്ലാം ഇങ്ങനെ ഒഴുകി വരിക. ഞാൻ മാറി നിന്ന് കേട്ടാച്ചാ പോയെ. അതോ പറയുന്നതൊക്കെ ചുമ്മാ നല്ല താൻ്റെ ഗണത്തോടാ പറയുന്നത്, അഭിമാനത്തോടെ അഭിനന്ദിക്കുന്നത് കേട്ടോ. നമ്മുടെ ചില പെണ്ണുങ്ങൾ ഞാനാണ് ഏത് ചുമ്മാ നിന്നിങ്ങ കുറച്ചക്കരം കറങ്ങുമ്പോൾ ഇന്നങ്ങ് കറങ്ങുക. ഇതിനിത് പറയാനും അറിയാൻ പറ്റില്ല. എന്നാൽ മനുഷ്യനെ മെനക്കെടുത്താതിരിക്കണ്ടേ?
ഇന്നാളൊരു തള്ള എഴുന്നേച്ചു, പാസ്റ്റർ നോക്കി. ഞാൻ പറഞ്ഞ അവർ ഇരിക്കാൻ പറ, ചുമ്മാ അതുങ്ങളും ചുമ്മാ ഇന്ന് കറങ്ങുക. അപ്പൊ അങ്ങനെ ഉള്ള പലരും ഉണ്ട്. പക്ഷെ ഈ പ്രിയപ്പെട്ടവള് വളരെ നല്ല തന്മയത്വത്തോടെ ഞാൻ ഒത്തിരി നേരം കേട്ടേച്ചാ പോയത്. അങ്ങനെയുള്ള മാന്യ വനിതകൾ ദൈവദാസിമാരുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കുടുംബക്കാരുടെ നടുവിൽ ചെല്ലുമ്പോൾ, ചാർച്ചക്കാരുടെ ചെല്ലുമ്പോൾ, ദേശത്ത് പാർക്കുമ്പോൾ, പട്ടണത്തിലാണെങ്കിലും എവിടെ ചെന്നാലും അഭിമാനത്തോടെ സുവിശേഷം പറയണം. സുവിശേഷത്തെ പറ്റി അഭിമാനം ഉണ്ടായിരിക്കണം. അതെന്നാന്ന് ചോദിച്ചാൽ ഇത് ചത്തടിഞ്ഞ മാർഗമല്ല, ഉയർത്തെഴുന്നേറ്റ മാർഗമാ ഇത്. ആമൻ സ്വോത്രം. ആമൻ മരണം കൊണ്ട് അവസാനിച്ചൊരു മാർഗമല്ല, മരണത്തിനപ്പുറമായി 3-ാം ദിവസം ഉയർത്ത് മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ പരാജയപ്പെടുത്തി മരണഭീതികളിൽ അടിമപ്പെട്ട് കിടന്ന എന്നെ നിന്നെ രക്ഷിച്ച് വിടുവിച്ച മാർഗമാണ് സുവിശേഷം. അല്ലാതെ തുറന്നവൻ വൈരിയെ തകർത്തു, കല്ലറ തുറന്നു വൻ വൈരിയെ തകർത്ത്, വല്ലഭനായവനെ വല്ലഭനായവനെ ശ്രീയേശുവേ കൈയടിച്ചു പാട്. ചെയ്തിടുവിൻ ആമേൻ. നിരന്തരം വന്ദനം ചെയ്തിടുവിൻ. ഓ ശ്രീയേശുവേ കൈയടിച്ചു പാട്. ചെയ്തിടുവിൻ. രാജിത മകസരും മാമനുസൂദരേ, രാജിത മകസരും മാമനുസൂദരേ, രാജസമ്മാനിതരേ, രാജസമ്മാനിതരേ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. ആമേൻ. നിരന്തരം വന്ദനം ചെയ്തിടുവിൻ. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തെ പറ്റി അഭിമാനമാണ്. അഭിമാനത്തോടെ പറയണം. പാർലമെന്റ് വിളിച്ചാലും അഭിമാനത്തോടെ പറഞ്ഞോണം. അങ്ങനെ പറയുന്നവരുണ്ട്. നിയമസഭയെ വിളിച്ചാലും അഭിമാനത്തോടെ പറഞ്ഞോണം. എവിടെ അവസരം കിട്ടിയാലും അഭിമാനത്തോടെ പറയണം. കാരണം സുവിശേഷം അഭിമാനമുള്ളതാണ്. സ്തോത്രം. മാത്രമല്ല, രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം വിടാൻ പറയാനാന്ന് ഒത്തിരി ഉണ്ട്. സുവിശേഷം ഒന്ന് അഭിമാനത്തോടെ പറയണം. 2, സുവിശേഷത്തിന്റെ ഒരു വിശേഷതയാ. കൊലോസ് ലേഖനം 1:3 വായിച്ചേ. 1:3. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി. ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയാം. സുവിശേഷമൊക്കെ പറയുമ്പം സത്യമായ കാര്യമേ പറയാവൂ. ഇത് സത്യമാണ്. അപ്പൊ ഇത് സത്യവചനമാണ്. ഈ സത്യവചനം ഉള്ളതുപോലെ അങ്ങ് പറയണം. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയല്ല. സഭയ്ക്കകത്താന്നേരം തിരുവചനം ശരിക്കും പറഞ്ഞാൽ ചില മൂപ്പന്മാർക്ക് ഇഷ്ടപ്പെടും. കാരണം കുറെ കൊല്ലമായിട്ട് ഇതിനകത്ത് മൂത്തിരിക്കുക. മുരിങ്ങയ്ക്ക് ആ മൂത്താ പിന്നെ കൊള്ളുകയല്ലെന്നാ പഴമക്കാർ പറയുന്നത്. എളുപ്പമാണേ വലിയ കുഴപ്പം ഇല്ല. പിന്നെ എൻ്റെ വല്യമ്മ വെച്ച് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടമാനം മൂത്താൽ പിന്നെ കളയാൻ അമ്മയ്ക്ക് സങ്കടം. അതുകൊണ്ട് ഇത് പൊളന്ന് വെച്ച് സ്പൂണ് കൊണ്ടോ കത്തി കൊണ്ടോ ചിരണ്ടി ഇങ്ങോട്ട് എടുക്കും. നല്ല മലത്തി വെച്ചെങ്കിൽ ചിരണ്ട് ഇതിനെയൊക്കെ ഞായറാഴ്ച ചിരണ്ടി ഇങ്ങോട്ട് എടുത്തേച്ച് നല്ല തേങ്ങാപ്പീരിയൊക്കെ ചേർത്ത് അമ്മ പാകത്തിന് നല്ല ടേസ്റ്റ്. അതുകൊണ്ട് മൂത്തെന്നോർത്ത് ഭാരപ്പെടുകയൊന്നും വേണ്ട, ചിരണ്ടാനൊന്ന് ഏൽപ്പിച്ചാൽ മതി. നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പൊ ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയല്ല. ചിലയിടത്ത് ചിലപ്പോൾ പണമുള്ളവന് ഇഷ്ടപ്പെടുകയല്ല, ചിലയിടത്ത് പണമില്ലാത്തവനും ഇഷ്ടപ്പെടുകയല്ല. ചില പറയത്തില്ലേ അയാൾ കാശുകാരുടെ കൂടെ. അപ്പൊ കാശുകാർ പറയും അയാൾ പാവത്തങ്ങളുടെ കുറെ എണ്ണം ഉണ്ട്, ഗതിയും ഗത്യന്തരവും ഇല്ലാത്ത അവരുടെ കൂടെ ആ പുള്ളി. രണ്ടും കുഴപ്പമാ. എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ. ചില പറയില്ല പുള്ളി ഗുണ്ടകട കൂടാ. ഇങ്ങനൊക്കെ ഒത്തിരി അഭിപ്രായം വരും. പക്ഷെ ഒരു കാര്യം പറയാം, ഇതിനകത്തൊരു മായവും ചേർക്കരുത്, ഇതിനകത്തൊരു കൂട്ടും ചേർക്കരുത്. ഇത് സത്യവചനമാണ്. അതുപോലെ പറഞ്ഞോണം. അതുപോലെ പറഞ്ഞാൽ ഗുണം എന്നാ ഗുണമെന്നറിയും. അങ്ങ് ചെല്ലുമ്പോൾ നല്ല പ്രതിഫലമാണ്. ഓരോ പ്രസംഗവും അവിടെ കേട്ടോണ്ടിരിക്കും. തന്നെയല്ല ദൂതന്മാരങ്ങോട്ട് ഇന്ന് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആണ്ട് 7 ജോലി നടന്നുകൊണ്ടിരിക്കുക. അപ്പം ദൂതനോട് ദൈവം പറയും നീ ഒന്ന് പോയി കേൾക്കടാ എങ്ങനെയാന്ന്. ദൂതന്മാരൊക്കെ ഇങ്ങനെ പോയി. അപ്പം ദൂതൻ പറയും അയാൾ ഉള്ളതൊന്നും അല്ല പറയുന്നത്. ദൂതനോട് തന്നെ പറയും
നല്ല ഉള്ളതങ്ങ് പറഞ്ഞാൽ ദൂതം പറയും വെച്ച് പെരുക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ സ്വർഗം അവിടെ എടുത്ത് നോക്കും ഇങ്ങനെ. അപ്പം ഇതിനകത്തുള്ളതാന്നൂടാ പുള്ളി പറയാം. അപ്പം ദൂതം പറയും അയ്യോ അത് തന്നെ പുള്ളി പറയുന്നത്. ആന്നു എന്നാ മാർക്കിട്ടോ. ഇങ്ങനെയൊക്കെ മാർക്കിടും. അങ്ങ് ചെല്ലുമ്പം പാടില്ലാരും പാടിടാത്ത പാട്ട് നമ്മൾ പാടും. പാടില്ലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും. ആ പാടില്ലാരും ചൂടിടാത്ത വാടാമൂടി ചൂടും. പാടില്ലാരും ചൂടിടാത്ത വാടാമൂടി ചൂടും. ഓ ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാ സ്നേഹമണവാളനോ ഓ സിയോൻ പുരേ വാഴും ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാൽ സ്നേഹമണവാളനോ ഓ സിയോൻ പുരേ വാഴും. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അതുകൊണ്ട് ഉള്ളതുപോലെ പറയണം. എല്ലാവർക്കും നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെടുകയല്ല കേട്ടോ. സെൻട്രൽ കമ്മിറ്റിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരികയല്ല, ചിലയിടത്ത് സെൻട്രൽ പാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരികയല്ല, ചിലയിടത്ത് കൗൺസിലിന് ചിലപ്പോൾ ഇപ്പം കൗൺസിലൊക്കെ ആ തീരുമാനിക്കുന്നത് എന്തോ പ്രസംഗിക്കണം. ഈ കൗൺസിലിരിക്കുന്നത് മിക്കതും ഗുണം വരാത്തതുമാണ്. അവരാ തീരുമാനിക്കുന്നത് എന്തോ പ്രസംഗിക്കണം. കാരണം ഇവർക്ക് ആർക്കും കൊള്ളാത്ത രീതിയിലുള്ള വിഷയമാണ്. അപ്പൊ അവർ തന്നെ പറയും ഇന്ന ആളിനെ വിളിക്കുക. അപ്പോൾ ഒരുത്തം പറയും അയാളെ നമുക്കൊന്ന് വിളിച്ചോ. ഓ അയാളൊന്നും വേണ്ട, അയാൾ ആദ്യം നമ്മുടെ പള്ള. അപ്പൊ നമ്മുടെ പള്ളയ്ക്ക് വലിയ ക്ഷതം വരാത്ത ആളിനെ വേണം. ആട്ടെ, എന്നെ ചിലയിടത്തൊക്കെ വിളിക്കുമ്പോൾ പറയും അയാളെ വിളിച്ചേക്കരുതെന്ന് പറയും. അയാൾ ബോധവും വെളിവൊന്നും ഉള്ളവനല്ല, അയാൾ വായി വരുന്നതല്ല. അല്ല ഏതാണ്ട് ഇച്ചിരി ശരിയാ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, സ്വർഗത്തിൽ ചെന്നാൽ ഒരു പ്രതിഫലമുണ്ട്. എനിക്ക് നല്ലത് എൻ്റെ അടുത്തോടാം. കർത്താവ് എനിക്ക് വെളിപ്പെട്ടതും പഠിച്ചതും പ്രാപിച്ചതും ഒക്കെ ഒരുത്തൻ്റെ മുഖം നോക്കിയില്ല. കിട്ടിയ അവസരത്തിലൊക്കെ നന്നായിട്ട് ഞാൻ പറഞ്ഞു. അതിൻ്റെ പ്രത്യാഘാതമൊക്കെ ഉണ്ട്, അതൊന്നും എനിക്ക് വിഷയമല്ല. അവിടെ ചെല്ലുമ്പോൾ നല്ല പ്രതിഫലമുണ്ടെന്നുള്ളതിന് ഒരു തർക്കവുമില്ല. ദൈവത്തിന് മഹത്വം. ഇവിടുത്തെ ജീവിതം ഹ്രസ്വമാണ്, അവിടുത്തെ നിത്യം. അതാ ഏറ്റവും വലുത്. ആട്ടെ, അപ്പൊ ഈ സുവിശേഷത്തിന്റെ സത്യവചനം അങ്ങനെ. അപ്പൊ ഇത് സത്യവചനമാണ്, അത് ഉള്ളതുപോലെ പറയണം. ആ സത്യവചനം വായിച്ച മോനെ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾക്ക് മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം മതി. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത 2. ഇത് പ്രത്യാശയുടെ വചനമാണ്. സുവിശേഷത്തിന് പ്രത്യാശയുണ്ട്. എന്താ നമ്മുടെ പ്രത്യാശ? എല്ലായിടത്തും ഞാൻ പറയുന്ന കാര്യം ഒന്നുകൂടെ പറയുക. നമ്മുടെ പ്രത്യാശയുടെ വിശേഷത നമ്മുടെ നേതാവ് തിരിച്ചു വരും. ഈ പ്രത്യാശ വേറെ ആർക്കാ ഉള്ളത്? ഒത്തിരി നേതാക്കന്മാരുടെ പുറകെ പോയവരുണ്ട്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. ഏത് നേതാവ് പറഞ്ഞ പോയച്ച് വരാന്ന്? പോയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ ചോദിക്കല്ലേ നിങ്ങളുടെ നേതാവ് എന്നാ പറഞ്ഞു പോകാൻ നേരത്ത്? പോകാൻ നേരത്ത് ഒന്നും പറഞ്ഞില്ല. എങ്ങനെയാ പോയി? ഒരിക്കിള് നിന്റെ നേതാവില്ല ഒടിവ് പോകാൻ നേരത്ത് തന്നത് ഒരിക്കിള്. ഇന്നാളൊരാൾ പറഞ്ഞു പുള്ളി കണ്ണിക്കൂടാ ജീവൻ പോയെന്ന്. നമ്മുടെ നേതാവ് പോകാൻ നേരത്ത് എന്നാ പറഞ്ഞ? വായിച്ചേ മോനെ, 14:1 യോഹന്നാന്റെ സുവിശേഷം 14:1 പെട്ടെന്ന് വായിച്ചു. നമ്മുടെ നേതാവ് പോകാൻ നേരത്ത് എന്തുവാ പറഞ്ഞു വെച്ച് പോയത്? പെട്ടെന്ന് വായിച്ചു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അനുയായികളോട് പറഞ്ഞു, പിന്നെ നിങ്ങളുടെ ഹൃദയം ഒന്നും കലങ്ങരുത്. ഇങ്ങനെ ഏത് നേതാവ് പറഞ്ഞെന്ന്? നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. പിന്നെ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. പുള്ളി നല്ല തീർത്താ പറഞ്ഞു, എന്നെ വിശ്വസിച്ച് ഒരു കുഴപ്പവും വരികയല്ലെന്ന്. പിന്നെ അടുത്തത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ. അപ്പം പിതാവുണ്ട്, അവിടെ ഭവനമൊക്കെ ഉണ്ട്, അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഗതികെട്ടവനായിട്ട് പോടാന്നൊന്നും അല്ല പറഞ്ഞ. ഞാൻ അവിടെ പിതാവുണ്ട്, ഭവനമുണ്ട്. പിന്നെ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, അടുത്തത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഇതാ നമ്മുടെ നേതാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുക. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയ. എന്റെ ഭാഷയെ പറയാ, എഴുതിയിട്ടില്ലെങ്കിൽ എന്റെ ഭാഷ, ഞാൻ സ്ഥലം ഒരുക്കി പോവുക, സ്ഥലമൊരുക്കാൻ പോവുക. അതിലെ ഒരു പോക്ക് പോകുക അല്ലെന്ന്. മിക്ക നേതാക്കന്മാരും ഒരു പോക്ക് പോയതാ. എവിടെ പോയെന്ന് പോലും ഒരുത്തിനും ചോദിക്കാമോ? നിങ്ങളുടെ നേതാവ് എങ്ങോട്ട് പോയി? എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്ക്, നമ്മുടെ നേതാവ് എങ്ങോട്ട് പോയെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാ. പിന്നെ
ഞാൻ ഇരിക്കുന്നിടത്ത്. ഒന്നുകൂടെ വായിച്ച, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. പിന്നെ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. ഇതുപോലെ ഏത് നേതാവാ പറഞ്ഞത്? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതാ നമ്മുടെ പ്രത്യാശ. സ്തോത്രം. സത്യമായനിലും നിത്യപിതാവിലും സത്യമായനിലും നിത്യപിതാവിലും സത്യമായി വിശ്വസിപ്പിൻ സന്തതവും നിങ്ങൾ. സത്യമായി വിശ്വസിപ്പിൻ സന്തതവും നിങ്ങൾ. ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. പോയി വരും ഞാൻ, പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രത്യാശ എന്താ? നമ്മുടെ നേതാവ് നമുക്ക് സ്ഥലമൊരുക്കാൻ പോയി, തിരിച്ചു വരും, നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും, അവിടുന്ന് ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തും. എത്ര നേരമാ? പൗലോസ് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, ഇങ്ങനെ നാം എപ്പോഴും ഇങ്ങനെ നാം എപ്പോഴും ഒന്ന് പറ, വാ തുറന്ന് പറ, ഒന്ന് പറഞ്ഞ്, ഇങ്ങനെ നാം എപ്പോഴും. ഇതാ പ്രത്യാശ. ദൈവത്തിന് മകത്ത്. ഇത് സുവിശേഷം കൊണ്ട് മാത്രമേ ഉള്ളൂ. വേറൊരു കാര്യത്തിൽ ഈ പ്രത്യാശയില്ല, ഒരു മതത്തിലുമില്ല ഈ പ്രത്യാശ, ഒരു സംഘടനയിലുമില്ല. ഈ പ്രത്യാശ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ആട്ടെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. അപ്പൊ ആ സുവിശേഷത്തിന്റെ വിശേഷതയാണ് കൊലോസ്യ ലേഖനം. യേശുക്രിസ്തുവിന്റെ വിശേഷതയാണ്. ആട്ടെ, ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യം പറയും, എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തണം. അതുകൊണ്ട് 4-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള തിരുവെടുത്താ വായിച്ചത്. 5-ാം വാക്യമാണ് വിശേഷിപ്പിച്ച് വായിച്ചത്. 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ മോനെ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട്. ഇന്ന് രാത്രി പറഞ്ഞ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പൗലോസ് കൊലോസ്യയിലുള്ള വിശ്വാസികളോടും അല്ല സകല ദൈവങ്ങളോടും പറയുക, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് പറയാൻ കാര്യം 4-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള 4 വാക്യത്തിൽ 4 കാര്യം വിശേഷമായിട്ട്. 1 പ്രാർത്ഥിക്കണം, 2 സ്തോത്രം ചെയ്യണം, 3 സമയം തക്കത്തിൽ ഉപയോഗിക്കണം, 4 വചനം പ്രസംഗിക്കാൻ, വചനം പറയാൻ വാതിലും തുറക്കണം. 4 കാര്യം അവിടെ പ്രധാനമായിട്ട്. 1 പ്രാർത്ഥിക്കണം, 2 സ്തോത്രം ചെയ്യണം, 3 വചനത്തിൻ്റെ വാതിൽ തുറന്നു വരണം, 4 സമയം തക്കത്തിൽ ഉപയോഗിക്കണം. 4 കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇന്നത്തെ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ ആയി പോയത് കൊണ്ട് ഒരു കാര്യമേ ഇന്ന് പറയുന്നുള്ളൂ. അതാണ് 5-ാം വാക്യം എടുത്ത് വായിച്ചത്. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ലഭിക്കുന്ന സമയമെല്ലാം തക്കത്തിൽ ഉപയോഗിക്കണം. എപ്പോഴും ഒന്നും അവസരം ലഭിച്ചെന്ന് വരികയില്ല, സമയം കിട്ടിയെന്ന് വരികയില്ല. അതുകൊണ്ട് ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ആയുസ്സും ആരോഗ്യവും ഓജസ്സും ഒക്കെ ഉള്ളപ്പോൾ നീ ദൈവത്തെ ഭജിച്ചോണം. എൻ്റെ ഭാഷയിൽ പറയാ, ഇഷ്ടമുണ്ടായി യോജിച്ചാൽ മതി. കണ്ണിന് കാഴ്ചയുള്ളപ്പം ദൈവമക്കളോടാ, കണ്ണിന് കാഴ്ചയുള്ളപ്പം വേദപുസ്തകം വായിച്ചോണം. കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നും വരാതിരിക്കട്ടെ, അഥവാ മനുഷ്യനല്ലേ, അഥവാ വല്ല കുഴപ്പവും വന്നു പോയാലോ, അപ്പോൾ നിരാശപ്പെടരുത്. ആയുസുള്ള സമയത്ത് കണ്ണിന് കാഴ്ചയുള്ളപ്പോൾ ഞാൻ വേദപുസ്തകം വായിച്ച ആളാണ്. ഈ അടുത്ത സമയത്ത് ഞാനൊരു അപ്പച്ചനോട് ചോദിച്ചു, പുള്ളി നല്ല വചനത്തിൽ തിട്ടമാണ് കേട്ടോ, നല്ലൊരു അപ്പച്ചന്, 75 വയസ്സാണെന്ന് തോന്നുന്നു. അതെ, 75. അപ്പം ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, ഞങ്ങൾ സംസാരിച്ചപ്പം പുള്ളി വചനം തന്നെ ഇങ്ങനെ പറയുന്നത്, നന്നായിട്ട് വചനം പറയുക. അപ്പം ഞാൻ ചോദിച്ചു, അപ്പച്ചൻ എത്ര പ്രാവശ്യം വേദപുസ്തകം വായിച്ചു? പുള്ളി പറഞ്ഞു 100 പ്രാവശ്യം കഴിഞ്ഞെന്ന് പറഞ്ഞു. 100 പ്രാവശ്യം കഴിഞ്ഞെന്ന് വേദപുസ്തകം വായിച്ചു. ഇപ്പം നിങ്ങൾ പറയാം, മൊബൈലേക്ക് വേറെ ഉള്ളിലൊന്നുമില്ല, കുത്തിയിരുന്ന് വായിച്ചാൽ പോരെയെന്ന്. അങ്ങേര് ഒത്തിരി ബന്ധപ്പാടും ചുമതലയൊക്കെ ഉള്ള ആളാണ്. പക്ഷേ
ഇതിന് സമയം കണ്ടെത്തും. സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. ആരാധിക്കാൻ അവസരം കിട്ടുമ്പോൾ കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചോണം. നടന്നു വരാൻ ആക്കവും ആരോഗ്യമുള്ളപ്പോൾ നടന്നു വന്നോണം ദൈവത്തെ ആരാധിക്കാൻ. മനസ്സിലായോ? കണ്ണിന് കാഴ്ചയുള്ളപ്പം വേറെ പുസ്തകം വായിച്ചോണം. കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാൻ അവസരം കിട്ടിയാൽ കൊടുത്തോണം. ഒരു വ്യക്തിക്ക് ട്രാക്ട് കൊടുക്കാൻ അവസരം കിട്ടിയാൽ അന്നേരം മടിക്കാതെ കൊടുക്കണം. ഒരു വ്യക്തിയോട് സുവിശേഷം പറയുവാൻ അവസരം കിട്ടിയാൽ അന്നേരം സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എപ്പോഴും ചിലപ്പോൾ സമയം ഒത്തെന്ന് വരികയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയര് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോടെല്ലാം എനിക്ക് അറിയിപ്പാനുള്ളത്, അവൻ ലഭിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയരുത്. സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് രാത്രി ഈ തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച 1-2 സംഭവങ്ങൾ വചനത്തിൽ നിന്നൊന്ന് ചിന്തിക്കാം. അപ്പൊ ഈ 5-ാം അധ്യായത്തിലാണ് പറയുന്നത് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് ആരോടാ പറയുന്നത്? അത് പറയാം, എല്ലാവരോടുമായി പറയാം. നിങ്ങൾ ഓർക്കുന്നത് ഉപദേശിമാരോട് മാത്രമാണ്. അപ്പോൾ ഉപദേശി ഓർക്കുന്നത് വിശ്വാസികളോടാണ്. അപ്പോൾ വിശ്വാസികളിൽ ചിലർ പറയുന്നത്, ഓ അച്ചായൻ്റെ കാര്യമാ പാസ്റ്റർ അല്ലേ പൗലോസ് പറഞ്ഞത്. ഉടനെ അച്ചായൻ പറയാം അവിടെ കാര്യമായി പറയുന്നത്. ഉടനെ അച്ചായനും അമ്മച്ചും കൂടെ പറയാം ഞങ്ങളുടെ മരുമകളുടെ കാര്യമാണ്. അല്ല, എല്ലാവരുടെയും കാര്യം. ആരൊക്കെയാ സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടത്? അത് ഞാൻ എൻ്റെ രീതിയിൽ വചനത്തിൽ നിന്ന് ആരൊക്കെയാ 6 ഗ്രൂപ്പുകാരോടാണ് പറഞ്ഞേക്കുന്നത്. സ്റ്റീവെ വായിച്ചേ മോനെ, 3-ാം അധ്യായത്തിൻ്റെ 18 വായിച്ചേ. ഭാര്യമാരെ മതി, എന്തിനാ ഒത്തിരി വായിക്കുന്നേ? ഭാര്യമാര് 18, ഇനി 19 വായിര്. ഭർത്താക്കന്മാരെ 20 വായിര്. മക്കളെ 21 വായിച്ചേ. പിതാക്കന്മാരെ 22. ദാസന്മാരെ 4-1. യജമാനന്മാരെ. അപ്പൊ എത്ര ഗ്രൂപ്പായി? എത്ര പേരായി? 6 ഗ്രൂപ്പായി. അപ്പോൾ 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഭാര്യമാരെ, 19-ൽ ഭർത്താക്കന്മാര്, 20-ാം വാക്യത്തിൽ മക്കളെ, 21-ൽ പിതാക്കന്മാര്, 22 ദാസന്മാര്, 4-1 യജമാനന്മാർ. അപ്പൊ സകല ആൾക്കാരെ വിളിച്ചേച്ച പൗലോസ് 4-5 പറഞ്ഞത് സമയം തക്കത്തിൽ ഉപയോഗിച്ചു വേണം. മനസ്സിലായോ? സകല എണ്ണത്തിനെയും പൗലോസ് വിളിച്ചു. എല്ലാവരോടും കൂടെ ഈ ദൂത്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും കൂടെ ഈ ദൂത്. ദൂരത്തിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ സകല എണ്ണത്തിനോടും, അല്ലാതെ ഇത് ഉപദേശിമാരോട് മാത്രമല്ല, അച്ഛന്മാരോട് മാത്രമല്ല, മെത്രാനോട് മാത്രമല്ല, കമ്മിറ്റിക്കാരോട് മാത്രമല്ല, മൂപ്പനോട് മാത്രമല്ല, മൂപ്പത്തിയോട് മാത്രമല്ല, മരുമകളോട് വന്നല്ല, മക്കളോട് മാത്രമല്ല, കൊച്ചുമക്കളോട് മാത്രമല്ല, സകല പ്രിയപ്പെട്ടവരോടുമാ പൗലോസ് പറഞ്ഞിരിക്കുന്നത് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ആദ്യം ഭാര്യമാരെ വിളിച്ചു. 1-2 കാര്യം പറഞ്ഞു വെച്ച് ഇങ്ങോട്ട് വരാം. സമയം എന്തുവായി? എന്ത് ഡോക്ടർ മാനു പുള്ളി എവിടെ പോയി? എപ്പോഴാണ് നിർത്തേണ്ടത്? എന്ത് ഇപ്പം നിർത്തണോ അതോ ഇച്ചിരൂടെ? എൻ്റെ ഇഷ്ടം പോലാന്ന്. എന്നാലും അധ്യക്ഷനോട് പുള്ളി പറഞ്ഞ ഞാൻ പോകുമ്പോൾ നിർത്തിയാൽ മതി. എൻ്റെ കാറ്റ് പോകുന്നതാണോ അതോ? അപ്പൊ ശ്രദ്ധിച്ചേ, ഒരല്പസമയം കൂടെ ചിന്തിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, താമസിച്ചോ തുടങ്ങിയത്. അപ്പോൾ 6 ഗ്രൂപ്പുകാരെ പൗലോസ് വിളിച്ചു. ആദ്യം ഭാര്യമാരെ, ഭാര്യയ്ക്കുള്ള ഉപദേശങ്ങൾ കൊടുക്കുക. അത് എഫേസ്യ ലേഖനത്തിലും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം, എന്നിട്ട് സമയം തക്കത്തിൽ. അങ്ങനെ അതിൻ്റെ ആശയം. ഭർത്താവിനെ അനുസരിക്കണം, ബഹുമാനിക്കണം, കീഴ്പ്പെടണം. ഇപ്പോഴത്തെ ഞാൻ എപ്പോഴും പറയും, ഭർത്താവിനെ ഒന്നും കയറി പേര് വിളിക്കരുത് കേട്ടോ. ഞാനൊരു വീട്ടിൽ ഇരുന്നപ്പോൾ ഒരു സഹോദരി വിളിച്ച, ബാബു കഴിഞ്ഞോണ്ടെന്ന് വരാൻ. അപ്പം പാസ്റ്ററുണ്ട് പറഞ്ഞു അച്ഛനെ വിളിച്ചതാണ്. ഞാൻ ചോദിച്ചു പുള്ളിയുടെ പേരാ ബാബു. ഞാൻ അന്നേരം പെട്ടെന്ന് ഇനി ഇറങ്ങി പോന്നു. അപ്പം പുള്ളി പറഞ്ഞു കാപ്പി എടുക്കും. ഞാൻ പറഞ്ഞു അതുകൂടെ കുടിച്ച് വെച്ച് പതുക്കെ വന്നാൽ മതി, കാരണം പച്ചമരത്തോട് ഇങ്ങനെ. മനസ്സിലായല്ലോ? അതുകൂടെ കുടിച്ച് വെച്ച് പതുക്കെ വന്നു, ഞാനങ്ങ് ബസ് സ്റ്റോപ്പിൽ കാണുമെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഭർത്താവിനെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളെക്കാളും 2 വയസ്സിന് ഇളയതായിരിക്കും, എന്നാലും പേര് വിളിക്കരുത്. ഓ, മനസ്സിലായില്ല. 2 വയസ്സ് ഇളയതായിരിക്കും എന്നാലും പേര് വിളിക്കരുത്, മോശമാണ്. ഇപ്പോഴത്തെ കൊച്ചു പെൺപിള്ളേരും ചില സഹോദരന്മാരും ഒക്കെ പേര് വല്ല വിളിക്കുന്ന ഡാ. അവനുടനെ ഇല്ല ആനക്കാരൻ പോകുമ്പോൾ തോട്ടിയായിട്ട് അവിടെ പുറകെ. നിങ്ങൾ കണ്ടിട്ടില്ലേ? അയ്യോ, പഴയ അമ്മമാർക്കെല്ലാം വല്ല അവാർഡും കൊടുക്കണം.
ഞാൻ ഒരു സ്ഥലവും പേര് ഒന്നും പറയത്തില്ല. ഒരു സ്ഥലത്തിരുന്നപ്പോൾ കൊച്ച് പിന്നെ അപ്പി കിട്ടും. അപ്പം ഈ കുന്തവല്ലിയോ ഇപ്പം വെക്കുന്നേ, എന്തോ അതിന് പറയുന്നത്, പാമ്പർ. അതെന്തോ ആയിക്കോട്ടെ, പാമ്പർ എന്നാന്നോ തെറ്റിയോടാ. അപ്പം ഇതുമെല്ലാം വെച്ച് അപ്പം ഇത് വൈകിട്ടെങ്ങാണ്ടെല്ലാം കിടന്ന് ഒത്തിരി. അപ്പം ഞാൻ രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വേറെ ദിവസം വായിച്ചുകൊണ്ട് ഇരിക്കുക സിറ്റ് ഔട്ടിൽ. അപ്പോൾ ഇവള് കൊച്ചിനെ എടുത്തോണ്ട് വന്ന് വെച്ചോ, ഇങ്ങോട്ട് വരാൻ ഭർത്താവിന്. അവനുടനെ പിടിക്കാൻ പറഞ്ഞു, അവനുടനെ പിടിച്ചു. അല്ലാതെ ന്യായമാ, ഒരു സഹായം. പിടിച്ച ഉടനെ അവൾക്ക് കോള് വന്നു. ഉടനെ അവൾ പറഞ്ഞാട്ടെ മമ്മി, അവിടെ അമ്മ വിളിച്ചതാ. അവൻ അതുമായിട്ട് ഇങ്ങനെ നിൽക്കുക. അവനെതിനെ താഴെ ഇടാൻ പറ്റുമോ എന്നാ അവന്. അവള് കോളുമായിട്ട് നേരെ അങ്ങ് പോയിന്ന് മുറ്റത്തോട്ടിറങ്ങി. പറ മമ്മി, വേറെ എന്നാ ഉണ്ട് മമ്മി. അവനൊരു 10-15 മിനിറ്റ് താഴെ ഇടാൻ പറ്റുമോ അവൻ്റെതല്ലേ, എറിയാൻ പറ്റുമോ അവൻ്റെതല്ലേ, ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഒത്തിരി ഉണ്ട്. എന്നാ മോനെ കല്യാണം കഴിക്കാത്ത നീ ഇത് കേട്ടപ്പോൾ അങ്ങോട്ട് പറയുന്ന നല്ല കാര്യമായി പറ. നീ വളരെ ശ്രദ്ധിച്ചോണം കേട്ടോ. നിന്നോട് തന്നെ. അവനിപ്പോൾ ഓർക്കുക, അങ്ങനെയാന്ന് എനിക്ക് കല്യാണമേ. അപ്പൊ ശ്രദ്ധിച്ചേ, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം, അനുസരിക്കണം, ബഹുമാനിക്കണം. ഭർത്താക്കന്മാർക്ക് നിർദ്ദേശം കൊടുത്തു, ഭാര്യയെ സ്നേഹിക്കണം. അവരുമായിട്ട് കയ്പായിട്ടൊന്നും ഇരിക്കരുത്, വൈരാഗ്യ ബുദ്ധിയോടൊന്നും ഇടപെടരുത്. സംരക്ഷിക്കണം, പോറ്റി പുലർത്തണം, സ്നേഹിക്കണം. ക്രിസ്തു സഭയെ സ്നേഹിച്ച്. ഇതൊക്കെ കർക്കശ ഉപദേശമാണ്, എല്ലാം വിവരിക്കാൻ നേരമില്ല. മക്കളോട് പറയുക, അമ്മയപ്പന്മാരെ അനുസരിക്കണം കേട്ടോ. പിള്ളേരുള്ളോടില്ല. നിനക്ക് ഇച്ചിരി നിങ്ങളെ മച്ചം തോർത്ത് അപ്പനെയും അമ്മയും അനുസരിക്കാതിരിക്കരുത്. ഇച്ചിരി അപ്പനേക്കാളും ഇച്ചിരി നിങ്ങളൊക്കെ വെച്ചു. ഉടനെ അവൻ പറയാം, ഞാൻ പറയുന്നില്ല, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്. പപ്പായിക്ക് എന്നെ അറിയില്ലെന്ന് അവൻ ഒന്ന് കിളിച്ചില്ല. പപ്പായിക്ക് എന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ അനുസരിക്കണം, അവരെ സ്നേഹിക്കണം. മാതാപിതാക്കളെ അനുസരിച്ചാൽ, ബഹുമാനിച്ചാൽ നിനക്കൊരു ദോഷവും വരികയില്ല. ഒന്നുകൂടെ ഞാൻ മക്കളോട് പറയാം, അപ്പനും അമ്മയ്ക്കും മനോവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും മക്കൾ ചെയ്യരുത്. വിശേഷിച്ച് വാർദ്ധക്യത്തിലിരിക്കുന്ന അപ്പനെയും അമ്മയും ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യരുത്. ഇപ്പോൾ ഇഷ്ടംപോലെ കാശൊക്കെ ഉള്ളത് കൊണ്ട് പിള്ളേർക്കാർക്കും അപ്പനോടും അമ്മയോടും അടുത്തിരിക്കാനൊന്നും നേരെ. അപ്പനും അമ്മയും അതാ, കാശൊന്നുമല്ല അവർക്ക് ആവശ്യം. നീ കൊച്ചുങ്ങളുമായിട്ട് വന്ന് അപ്പനോടും അമ്മയോടും കൂടെ കുറച്ച് ദിവസമൊക്കെ ഒന്ന് പാർക്കുന്നതും ഒന്ന് ചിരിക്കുന്നതും ഒക്കെ വലിയ ഇഷ്ടമാണ്. ആണെന്ന് നിങ്ങൾ പറയും, അങ്ങനെയൊക്കെ ഇരുന്നാൽ ജോലി പോകുകയില്ലേ എന്ന്. അത് ന്യായമാണ്. കാശൊന്നുമല്ല. അപ്പനും അമ്മയും മക്കളും വല്യപ്പനും വല്യമ്മയും കൊച്ചുമക്കളും ഒക്കെ ഒന്നിച്ചൊന്ന് പാർക്കുന്നതും ഇരിക്കുന്നതും സന്തോഷിക്കുന്നതൊക്കെ വലിയ പ്രായമുള്ളവരെന്ന് പറ സന്തോഷമല്ലേ. അപ്പച്ചന് എല്ലാ മാസവും കാശ് അയച്ചു കൊടുക്കുക. അപ്പൻ എന്തിനാ കാശ്? അയാൾ ജനലെ പിടിച്ച് വലിക്കുക. എന്തിനാ കാശ്? വല്ലതും കഴിക്കാനോ കുടിക്കാനോ ഒക്കുന്നുണ്ടോ? അതുമില്ല. 2 ഉണക്ക ചപ്പാത്തി, അതിനകത്തോട്ട് ചില പാവയ്ക്കാത്തോരനും വെച്ച് തീർത്തേച്ച്. അവർക്കിതൊന്നും അല്ല ആവശ്യം. ആട്ടെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. കുഞ്ഞുങ്ങളടുത്ത് ഈ വേദപുസ്തകം പഠിപ്പിച്ച നിങ്ങൾ പഠിച്ചേ, യാക്കോബിൻ്റെ മകനാകുന്ന യോസേപ്പിൻ്റെ മകനാകുന്ന മനശ്ശെയുടെ മകനാകുന്ന മാഗീരിൻ്റെ മക്കളും യോസേപ്പിൻ്റെ മടിയിൽ വളർന്നെന്ന പുസ്തകത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നത്.
ആട്ടെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. അതുകൊണ്ട് മക്കളോട് പറയാം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ ശുശ്രൂഷിക്കണം. അവർക്ക് വേദന ഉണ്ടാക്കുന്ന, മനോദുഃഖം ഉണ്ടാക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് വരരുത്. ഞാനിതൊക്കെ വളരെ പ്രാഗൽഭ്യത്തോടാണ് സംസാരിക്കുന്നത്. അപ്പനോടും അമ്മയോടും വലിയപ്പനോട് വീട്ടിലുള്ളവരോടൊക്കെ ആ വിധത്തിലൊക്കെയാണ് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പറയാനും വളരെ പ്രാഗൽഭ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി മാതാപിതാക്കളോടൊരു കാര്യം പറയാ, മക്കളെ ിക്കരുത്. മക്കളോട് വളരെ മാന്യമായിട്ട് ഇടപെട്ടോണം. പ്രായമായി, അതൊക്കെ ശരിയാ. പക്ഷേ അവർക്ക് പ്രയാസവും ബുദ്ധിമുട്ടും വരുത്തുന്ന ഒരു കാര്യവും നിങ്ങളുടെ ഭാഗത്തു നിന്നും വരരുത്. മാതാപിതാക്കളോട് പറയാം, മക്കളോടൊക്കെ വേറുകൃത്യം കാണിക്കരുത്. കാശുള്ളവൻ കാണും, കാശില്ലാത്തവൻ കാണും, കളറുള്ളവൻ കാണും, കളർ കുറഞ്ഞവൻ കാണും, മിടുക്കൻ കാണും, മിടുക്ക് കുറഞ്ഞവൻ കാണും. പക്ഷേ മാതാപിതാക്കൾ മക്കളെ വേറുകൃത്യത്തിൽ ഇടപെടരുത്. അങ്ങനെ ഇടപെട്ടാൽ നീ വെള്ളം ഇറങ്ങി ചാകുകയല്ല തങ്കമ്മേ. അവസാനം ആരും കാണുകയില്ല. മിടുക്കൻ നിന്റെ എല്ലാം കൂടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. പിന്നെ അവസാനം പൊട്ടനെ കാണുകയുള്ളൂ. അവൻ വന്നപ്പോൾ ഒന്നുമില്ല താനും. മനസ്സിലാകുന്നുണ്ടോ വല്ലോ? മക്കളെ വേറുകൃത്യത്തിൽ കാണരുത്. മക്കളത് ദൈവം തന്നതാ. മക്കൾ യഹോവ തരുന്ന അവകാശ ഉദരബലം, ദൈവം തരുന്ന പ്രതിഫലം. വീരന്റെ കയ്യിൽ ഈ അസ്ത്രം, അങ്ങനെയാ യൗവനത്തിലെ മക്കൾ. അതുകൊണ്ട് മക്കളെ വേറുകൃത്യത്തിലൊന്നും കാണരുത്. എല്ലാവരും നമ്മുടെ മക്കളല്ലേ. ചില തള്ളമാരുണ്ട്, എന്തായാലും കിട്ടപ്പോറിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുരു കൊപ്പിച്ചു. എനിക്കറിയാം ഒരു തള്ള വഴക്കുണ്ടാക്കിച്ചു. മൂത്തവൻ്റെ അവിടെ ചെന്ന് പറയും, അയ്യോ ഇളയവനെ പോലൊരുത്തൻ, അവളെ അവിടെ 2 ദിവസം കഴിയുമ്പോൾ അടി ഉണ്ടാക്കും. ഉടനെ വേറൊരുത്തന്നെ ഇവിടെ അവിടെ വന്നിട്ട് പറയും, അയ്യോ അവനെ പോലെ. അവസാനം വരാൻ പോകുന്നത് ഒരുത്തരും കാണുകയില്ല. ഈ വീട്ടിലെ കുറ്റം അവിടെ പറയരുത്, അവിടുത്തത് ഇവിടെ പറയരുത്. മരുമക്കളോടെ മൂത്ത മോൻ്റെ ഭാര്യയുടെ കുറ്റം ഇളയ മോനോട് ചെന്ന് തള്ളയെ പറയരുതെന്ന്. ഇളയ മരുമകളുടെ കുറ്റം മൂത്ത മരുമകളോട് ചെന്ന് പറയരുത്. അവസാനം ഈ പെണ്ണുങ്ങൾ 2 ഒക്കും നിന്നെ അടിച്ചതിനകത്ത് കയറ്റുകയല്ല. അവസാനം നീ പരുവക്കാടായിട്ട് ഇങ്ങനെ നടക്കും. എന്നതിന് പോവാ? ചപ്പാത്തി ചൂടാക്കാം. എത്ര എണ്ണത്തിന് ഞാൻ കണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ സത്യമല്ലേ? കൈ കൊടുക്കും. നിങ്ങളേലും സഹായിക്കുന്നല്ലോ, വലിയ കാര്യം. മാതാപിതാക്കളോടും പറയാം, മക്കളെ കോപിപ്പിക്കരുത്, വേറുകൃത്യം കാണിക്കരുത്. വസ്തുവൊക്കെ പാകോടുമ്പടി ചെയ്യുമ്പോൾ കൃത്യത്തിന് കൊടുത്തോണം ഉണ്ടെങ്കിൽ. മനസ്സിലായോ? പിന്നെ പ്രായമുള്ളവരോട് ഞാനിപ്പോൾ കർക്കശമായിട്ട് പറയും, ഒരു വസ്തു ഉണ്ടെങ്കിൽ 1 ഏക്കറും 2 ഏക്കറും 5 ഏക്കറും ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ ആ വീടും ഒരു 10 സെന്റും കാലശേഷമേ എഴുതി കൊടുക്കാവൂ. കാലന്റെ ശേഷമല്ല. കാരണം ഇതെല്ലാം മേടിച്ചേച്ച പല മാതാപിതാക്കളെയും അനാഥാലയത്തിൽ കൊണ്ടിടുകയും അന്വേഷിക്കാത്ത ഒത്തിരി എണ്ണമുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടൊരു 10 സെന്റ് ഉണ്ടെങ്കിൽ ഒരു 10 സെന്റ് വീടും കൂടെ പേരിലേ വെക്കാവുള്ളൂ. ആരും അവസാനമില്ലെങ്കിൽ ആരെയും ചുമതലപ്പെടുത്തിയാൽ മതി. ഞങ്ങളെ അന്വേഷിക്കുന്നവർക്കിത് അങ്ങനെയും രക്ഷപ്പെടട്ടെ. ഇപ്പം നിങ്ങൾ ചെല്ലു പറയാ, ഭാഷയെ മുഴുവൻ എഴുതി കൊടുത്തായിരിക്കുന്നു. ഇനി എന്നാ ചെയ്യാൻ? ഇനിയും ചെയ്യേണ്ടത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ ദോഷമൊന്നും ഒപ്പിക്കാതെ അത് അത്രയും പ്രാർത്ഥിച്ചാൽ മതി. ദൈവം പിന്നെ വിതച്ചത് കൊയ്യും കേട്ടോ, അതങ്ങനെ നിൽക്കട്ടെ. അപ്പൊ ഈ 6 ഗ്രൂപ്പുകാരെ വിളിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അവൻ 5-ാമത്തെ വാക്യത്തിൽ പറയുക, ഭാര്യയും ഭർത്താവും മക്കളും പിതാക്കന്മാരും ദാസനും യജമാനനും. വീട്ടിൽ ജോലിക്ക് വരുന്നവരോട് മാന്യമായിട്ട് ഇടപെടണം. ദാസനോട് കേട്ടോ, ദാസനും അങ്ങനെ ആയിരിക്കണം. യജമാനനെ ബുദ്ധിമുട്ടിക്കരുത്. ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം, ചെയ്യുന്ന ജോലിയുടെ കൂലി. ചിലപ്പോൾ 2 പേരും ഒരു സഭയിലായിരിക്കും, ഒരു കൂട്ടായ്മയിലായിരിക്കും. അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങളുടെ അമ്മച്ചി പറയുന്നൊരു പദമുണ്ട്, എടാ നനയുന്നിടം കുടിക്കരുത്. നനയുന്നിടം കുടിക്കരുത്. മനസ്സിലായി കാണും. ആ ജോലിയുടെ പ്രതിഫലം. പിന്നെ അവരെന്തെങ്കിലും മനസ്സോടെ തന്നാൽ സന്തോഷത്തോടെ സ്വീകരിച്ച് നന്ദി അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. അല്ലാതെ
അങ്ങനെ അവരെ ഉപദ്രവിക്കരുത്. ഇനി യജമാനന്മാരോടൊരു കാര്യം പറയാം, വീട്ടിൽ വരുന്നവരോട് മാന്യമായിട്ട് ഇടപെടണം. അടുക്കള പണിക്ക് വരുന്ന സഹോദരി കാണും, തൂക്കാനും തുടയ്ക്കാനും വരുന്നവന് കാണും, അവർക്ക് വളിച്ചതും പുളിച്ചതും ഒന്നും കൊടുക്കരുത്. ആന്റണി മേരി അതെടുത്ത് കഴിച്ചോ, അവൾ കഴിച്ചു 3 ദിവസം വന്നില്ല. എന്നെ പറ്റിയിട്ട് എന്നാന്നറിയാമല്ലേ അമ്മാമ്മേ, ഇവിടുന്ന് പോയ പിന്നെ വയറ്റിനകത്ത് ഇവിടുത്തെ പുറച്ചിരുന്ന പൂത്തതെല്ലാം കൊടുത്ത് മേരിക്ക് കൊടുത്ത് അവളത് കഴിച്ചപ്പം മുതൽ എന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. നിങ്ങൾ കൊടുത്ത കാര്യമല്ല, കൊടുക്കുന്നവരുണ്ടെന്ന്. അങ്ങനെ കൊടുത്ത ഏതായാലും എന്നാ ഇവിടെ ഇരിപ്പുണ്ട് നിന്റെ കാര്യമായി പറഞ്ഞ്. വീട്ടിൽ വരുന്നവരോട് മര്യാദയ്ക്ക് മാന്യമായിട്ടും ഇടപെടണം. ഇപ്പോൾ ഒരു കാര്യം ഇവിടെ പറയാം, പറമ്പിൽ കളയ്ക്കാൻ വരുന്ന അപ്പച്ചൻ കാണും, അടുക്കള പണിക്ക് വരുന്ന അമ്മച്ചി കാണും. നിങ്ങൾക്ക് വേണേ പേര് വിളിക്കുകയോ പിള്ളേരെ കൊണ്ട് അങ്ങനെയൊന്നും വിളിപ്പിക്കരുത്. മനസ്സിലായോ? ഞാൻ ഒരു ബന്ധുക്കോസുകാരുടെ വീട്ടിലിരിക്കുക. അല്പം അന്നവിടെ യോഗമാണ്. നേരത്തെ അവിടെ ചെന്നു ചെല്ലാൻ കാര്യം വേറൊരാൾ എന്നെ അങ്ങോട്ട് വിട്ടതാണ്. എനിക്ക് അന്ന് വണ്ടിയില്ല, അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ എന്നെ വിട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങോട്ട് ഇറക്കിയാക്കാം. വലിയ കാര്യം. അപ്പോൾ ഞാൻ അല്പം നേരത്തെ ചെന്നു. സാധാരണ അങ്ങനെ നേരത്തെ ചെല്ലുകയില്ല. അന്നവിടെ ചെന്നു, അതും നല്ല നടത്തിപ്പാണ്. ചെന്നുടനെ അയ്യോ പാസ്റ്റർ വന്നു, ഇത്ര നേരത്തെ വന്നു. ഞാൻ പറഞ്ഞു ഇന്നതാ കാര്യം, ഇരിക്കാൻ പറഞ്ഞു. വെള്ളമൊക്കെ കൊണ്ട് തന്നു. അപ്പോൾ അവിടെ പേപ്പറും ഒക്കെ കിടന്ന് ഗുഡ് ന്യൂസും ഒക്കെ ഉണ്ട്. ഞാനെടുത്ത് വായിക്കുക. യോഗം തുടങ്ങിയില്ല. അപ്പോൾ ആ വീട്ടിലെ ഒരു കൊച്ച് 12 വയസ്സ് കാണുമായിരിക്കാം, പെങ്കൊച്ച. അപ്പോൾ അവൾ എൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് അപ്പുറത്തെ മുറിയിലോട്ട് പോയിച്ച് അവിടെ ചെന്ന് വെച്ചു, മറിയേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പം ഇച്ചിരി ഉറക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക, എന്തായാലും നോക്കി. മറിയ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പം വന്നില്ല, ആൾ വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ വീണ്ടും ഷൗട്ട് ചെയ്തു, മറിയോടല്ലേ പറഞ്ഞേ ഇങ്ങോട്ട് വരാൻ. 3 ആവർത്തി ഇതുപോലെ രൂക്ഷമായിട്ട്. അപ്പം 3ാമത് വിളിച്ചപ്പം അടുക്കള ഭാഗത്ത് നിന്നൊരു ശബ്ദം. ഞാൻ വെളിയിലിരിക്കുകയല്ലയോ, അയ്യോ കുഞ്ഞേ വരുന്നു കുഞ്ഞേ എന്നും പറഞ്ഞ് ഓടി. അപ്പം ഞാൻ നോക്കിയപ്പം ഒരു 65-70 കാണുമായിരിക്കും. ഒരമ്മ ഒരു കൈലിമുണ്ടാണ് കൊടുത്തേക്കുന്നത്, ഒരു തോർത്തും തോളയിലിട്ട്, ചട്ടയാണ്, വെള്ളച്ചട്ടയും കൈലിമുണ്ടുവാണ്, ഒരു തോർത്തുമുണ്ട്. ആ തോർത്തയിൽ ഇങ്ങനെ കൈ തുടച്ചോണ്ടാണ് വരുന്നത്. അയ്യോ കുഞ്ഞെ ഓടി വരും. ഞാൻ വേറൊരു കാര്യം എടുക്കുകയായിരുന്നു മോളേന്നും പറഞ്ഞ്. ഉണ്ണി ഇവിടെ പറഞ്ഞു എത്ര നേരമായി ഞാൻ വിളിച്ചിട്ട്, 12 വയസ്സ് കാണും. അപ്പം ഏതാണ്ട് എടുത്തു കൊടുക്കാനോ സഹായിക്കാനോ എന്ന് വെച്ചാൽ അവളങ്ങ് പോയി. ഈ അമ്മ എൻ്റെ മുന്നിൽ കൂടെ വന്നപ്പോൾ അപ്പോൾ ഈ അമ്മ വളരെ ഭവ്യതയോടാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ഉടനെ അമ്മയോട് ചോദിച്ചു, അമ്മയുടെ പേരെന്നാ? അപ്പോൾ പറഞ്ഞു എൻ്റെ പേര് മറിയാമ്മ എന്നാ. എവിടാ വീട്? അവനോട് സ്ഥലം ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അതുകൊണ്ടാണ്, ഇന്നടുത്താ. അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്നെ വിളിക്കും, ഞാൻ വന്ന് സഹായിക്കും. പിള്ളേരുമൊക്കെ വെളിയിൽ നിന്നൊക്കെ വരുമ്പോഴേ ഇന്ന് പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഇന്നലെ വിളിച്ചുകൊണ്ട് ഞാൻ ഈ അടുക്കളയിൽ ഇച്ചിരി തിരക്കായിരുന്നു, കൊച്ചു വിളിച്ചത് ഓർത്തില്ല. പാസ്റ്റർ വല്ലതും കുടിച്ചോ? ഞാൻ പറഞ്ഞു കുടിച്ചു. പ്രാർത്ഥിക്കണം. അമ്മ അങ്ങ് പോയി. എങ്ങനുണ്ട്? ഈ അമ്മയ്ക്ക് ഒരു 65-70 കാണുമായിരിക്കാം. ഈ പെൺകുട്ടിക്ക് 12 വയസ്സ്, കാശുള്ള വീടാ, നല്ല കാശുകാരാ. വല്യമ്മയുടെ പ്രായമുണ്ട്. എന്നാൽ മറിയാമേന്ന് പോലും വിളിച്ചില്ല, മറിയ. ഞാൻ അല്പസമയം അവിടെ ഇരുന്നത് കഴിഞ്ഞപ്പം അവരുടെ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് യോഗമൊക്കെ തുടങ്ങി. പ്രസംഗിക്കുന്നത് ഞാനാ. വിളിച്ചവളുമുണ്ട്, അവിടെ അമ്മയുണ്ട്, അവിടെ വല്യമ്മയുണ്ട്. നന്നായിട്ട് ഞാൻ പ്രസംഗിച്ചു. ബാക്കി നിങ്ങൾ പൂരാക്കരോ ഒരു ഹിന്ദിയും കൂടി ഇരിക്കട്ടെ. നന്നായിട്ട് പറഞ്ഞു. യോഗം കഴിഞ്ഞ് പലരും എന്നോട് മിണ്ടിയില്ല. മിണ്ടണ്ട ഞാൻ കഴിച്ചുമില്ല. കാരണം പുസ്തകത്തി വാക്യം കണ്ണുകടിയുള്ളവൻ്റെ അപ്പം അങ്ങനല്ലേ പുസ്തകത്തി വാക്യം. മാതാപിതാക്കൾക്ക് വേണേ സമപ്രായക്കാർക്ക് പറയാം, പക്ഷേ നിങ്ങളുടെ കൊച്ചുമക്കളെ കൊണ്ട്, കാരണം എല്ലാവരെ പോലെ അല്ല നമ്മൾ ദൈവമക്കളാ. മനസ്സിലാകുന്നുണ്ടോ? വല്ലോ ദൈവമക്കളാ.
നമുക്ക് വിശേഷതയുള്ളവരാ. ആ ഭാഗവും ഞാൻ അങ്ങനെ വിടുക. സഭയ്ക്കകത്തും അങ്ങനെ കേട്ടോ, സഭയ്ക്കകത്തും അങ്ങനെ ആയിരിക്കണം. എന്നാൽ വളരെ മാന്യമായിട്ട് ഇടപെടുന്ന ധാരാളം ആൾക്കാരെ എനിക്കറിയാം, ദൈവദാസന്മാരെ എനിക്കറിയാം. ദൈവം അവരെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഞാൻ ദുബൈയിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ സഹായത്തിന് നിൽക്കുന്ന ഒരു സഹോദരി. അപ്പോൾ ആ വീട്ടിലെ മകനും മരുമകളും ചെറുപ്പക്കാരാ. പക്ഷേ സംബോധന ചെയ്തത് ഞങ്ങളുടെ ഒരു ആൻറ്റിയാന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒരു ആൻറ്റിയാണ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ ഒരു ആൻറ്റിയാണ് പറഞ്ഞേച്ച്. പുള്ളി വേറൊരു കാര്യത്തിന് പോയപ്പോൾ ഈ സഹോദരി എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാനിവിടെ അവരുടെ ആൻറ്റി ഒന്നുമല്ല, ഞാനിവിടെ ഹെൽപ്പിനായിട്ട് വന്നതാണ്, എൻ്റെ വീട് ഇന്നിടത്താണ്. കണ്ടാ എന്ത് മാന്യമായിട്ടാണ്. കോടീശ്വരന്മാരാ. അങ്ങനെയുള്ള നല്ല മനുഷ്യരും നല്ലവരുമുണ്ട്, വർക്കത്ത് കെട്ടതുമുണ്ട്, രണ്ടുമുണ്ട്. ചിലതിന് ഈ പുത്തൻ പണം കണ്ടു കഴിയുമ്പോൾ കുന്തളിപ്പുണ്ടാകും. ഞങ്ങളുടെ വല്യമ്മച്ചി പണ്ട് പറയടാ, കുണ്ട് കാണാത്തച്ചി കുണ്ട് കാണുമ്പോൾ കണ്ട കുണ്ടല്ല. അതറിയാമല്ലോ, അത് മതി, അതറിഞ്ഞാൽ മതി. ഞെളിയാതെ ദൈവത്തെ ഭയപ്പെടണം കേട്ടോ. മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും, വിശേഷിച്ച് പ്രായമുള്ളവരെ മൂത്തവരെ ആദരിച്ചാൽ, നരച്ചവന്റെ മുമ്പാകെ എഴുന്നേറ്റ് നിന്നാൽ, അവരെ ബഹുമാനിച്ചാൽ നിനക്ക് ഒരു ദോഷവും വരികയില്ല. അപ്പൊ 6 ഗ്രൂപ്പുകാരെ വിളിച്ച് കാര്യം പറഞ്ഞേച്ച് പൗലോസ് 5-ാമത്തെ വാക്യത്തിൽ പറയുക, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ലഭിക്കുന്ന സമയം, സ്നേഹിത, സഹോദര, സുഹൃത്ത്, മാതാവ്, ഇന്ന് രാത്രി ദൈവം നിനക്ക് നല്ല അവസരം തരിക. അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് രക്ഷാ ദിവസമാ, ഇത് സുപ്രസാദ കാലമാ. ഇന്ന് രാത്രി ഗ്രൗണ്ട് വിട്ട്, മുറ്റം വിട്ട് കടന്നു പോകുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അതിന് പ്രധാനമായിട്ട് 2 കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ഒന്ന്, സമയം തക്കത്തിൽ ഉപയോഗിച്ച 2 കാര്യം. എല്ലാം പറയാൻ നേരമില്ല. 2 കാര്യം. നിങ്ങളെല്ലാം വേദപുസ്തകം പഠിക്കുന്നവരാ. നമുക്കറിയാം, നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു ഇഹലോകത്തിൽ നിരവധി ശുശ്രൂഷ ചെയ്തു. കുഷ്ഠരോഗിയായി ശുദ്ധമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവരെ യേശു സുഖപ്പെടുത്തി. അങ്ങനെ അത്ഭുതം ചെയ്ത കൂട്ടത്തിൽ അവൻ ചെയ്ത ഒരു കാര്യമാണ് അവൻ ലാസറിനെ ഉയർപ്പിച്ചതൊക്കെ. അതിനുശേഷമായിട്ട് കർത്താവ് ഈ ലാസറിന്റെ ആ ദേശത്ത്, ദൈവത്തിന് സ്തോത്രം, ബഥാനിയിൽ യേശു വരുവാനിടയായി. ഇനി യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവെടുത്തൊന്ന് വായിച്ചു സഹായിച്ചാട്ടെ പെട്ടെന്ന്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. 6 ദിവസം മുമ്പ്, പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് യേശു ലാസർ ഉയർപ്പിച്ച ബഥാനിയയിലോട്ട് യേശു വന്നു. അടുത്ത വാക്യം. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോട് കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അടുത്ത വാക്യം. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജട മാംസതൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി മറിയം അടുത്തത് തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. ശ്രദ്ധിക്കുക, ഈ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. തലമുടി കൊണ്ട് കാല് തുവർത്തി. അടുത്ത വാക്യം. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു, വീട് മുഴുവൻ അങ്ങ് നിറഞ്ഞു. അടുത്തത്. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദായിസ്കരിയോത്താവ് കാണിച്ചു കൊടുക്കുന്ന യൂദൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. പന്തിരുവരിലൊരുത്തനാം യൂദൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. പന്തിരുവരിലൊരുത്തനാം യൂദൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. കഷ്ടം തന്തയെ കാണിച്ചു കൊടുപ്പാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സന്ദർഭം നിങ്ങൾക്കറിയാം. ഈ മറിയം ഒരു ഭരണി സ്വച്ഛ ജഡമാംസി തൈലമെടുത്ത് യേശു ക്രിസ്തുവിന്റെ തൃക്കാലുകൊണ്ടിച്ചു, തലമുടി കൊണ്ട് തുവർത്തി. ശ്രദ്ധിച്ചേ, നമ്മുടെ ഗുരുവാക്യം സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അപ്പൊ യേശു ഈ ബഥാനിയിൽ വീട്ടിൽ വന്നപ്പോൾ, എന്റെ ഭാഷയാ, മറിയ
എൻ്റെ ഭാഷയാണ്, ഒരുത്തൻ്റെ മൂപ്പ് ചോദിച്ചില്ല. മറിയ അങ്ങനെയുള്ള മാന്യ സഹോദരിമാരോട് ഇന്ന് രാത്രി ദൂത് പറയുക. ലാസറിന്റെ മൂപ്പ് ചോദിച്ചില്ല, ശിമോനോട് മൂപ്പൊന്നും ചോദിച്ചില്ല ശിമോന്റെ വീട്ടില്. അത് മാത്രമല്ല, കമ്മിറ്റിക്കാരുണ്ട്, കൗൺസിലിനോട് ചോദിച്ചില്ല. ട്രഷാറുണ്ട്, പുള്ളിയോട്. ട്രഷാറാ യൂത ഇല്ലയോ? പിന്നെ നല്ല ട്രഷാറാ. പീറ്ററുണ്ട്, പുള്ളിയുടെ അല്ല താക്കോല്, ഹോളിന്റെ താക്കോലല്ല. താക്കോലൊക്കെ ഇരിക്കുന്നവർക്ക് ഇച്ചിരി ഗമ കൂടും. ആ ഞായറാഴ്ച താക്കോലുമൊക്കെ അവിടെയുള്ള വരവെന്ന് കാണണം. ഇപ്പം അവർക്കല്ല ഗമ, കല്ലറയുടെ താക്കോലുള്ളവനാ ഗമ. അപ്പൊ പീറ്ററിന്റെ ഈ താക്കോല് മാത്രമാണോ? ആ യൂദായുടെ പണസഞ്ചി, എന്നാ നിർത്തണോ? അതാ എന്തെങ്കിലും പൊതുവിൽ പറയാനുള്ളതാണെ പറഞ്ഞു. പൊതുവിൽ എന്തെങ്കിലും പറയാനുള്ളതാണോ പെട്ടെന്ന്? അപ്പൊ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഈ വാഹനം മാറ്റി കൊടുക്കേണ്ട വിഷയമോ അല്ലെ എന്തെങ്കിലും രോഗികളായിട്ട് ഭാരപ്പെടുന്നതൊക്കെ അതുകൊണ്ടായി ചോദിക്കുന്നത്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടായി ചോദിച്ചത്. അപ്പൊ ശ്രദ്ധിക്കുക, താക്കോലുള്ള പീറ്ററോട് ചോദിച്ചില്ല ഞാൻ ഭരണി പൊട്ടിക്കാൻ പോവുകയാണ്. കാശ് കയ്യിലുള്ള യൂദയോട് ചോദിച്ചില്ല മറിയ ഞാൻ ഭരണി പൊട്ടിക്കാൻ പോവുകയാണ്. ഇടിമക്കൾ 2 എണ്ണം ഉണ്ട്. ഇടിമക്കൾ ഇവൻ ഇടയ്ക്ക് കയറി മൂക്കും. സഭയിൽ ഇടിമക്കളുണ്ട് ഇല്ലേ? കൊങ്ങായിക്ക് പിടിക്കുന്നവനുണ്ട്. ഞാനിനെ കണ്ണുകൊണ്ട് കൊണ്ട ഒരുത്തനെ കുമ്പനാട്ട് വെച്ച് ഒരുത്തനെ ഇങ്ങനെ പൊക്കി നിർത്തിയിരിക്കും. അവൻ ഏനാ നിങ്ങൾക്ക് എത്ര അതിശയം? സഭയ്ക്കകത്ത് വന്ന് അടിയുണ്ടാക്കിയവനല്ലേ? ഉണ്ട്. സഭയ്ക്കകത്ത് വെച്ച് ഒരു സഭയെ ഞാൻ ചെന്നപ്പോൾ ചോദിച്ചു, ഈ ജനലിൻ്റെ പട്ടയെന്തി? അതാണ്ട് അവൻ മറ്റവനിട്ട് അടിച്ചതാണ്. എന്നെ പരിചയപ്പെടുത്തുക വിശ്വാസികളെ. ആ ഇരിക്കുന്നവൻ ആ പട്ട ഊരി അവൻ്റെ ഉള്ള കാര്യമായി പറയുന്നു. മണക്കാല സൈഡിലല്ലേ കത്തിക്ക് കുത്തിക്കൊന്നത്? ഒന്ന് TPM, ഒന്ന് ഷാരോനും. രണ്ടും നല്ലതാ. അറിഞ്ഞില്ലേ ഇതൊന്നും? ഇല്ലേ? ഏഴോലി അത്ര മോശമൊന്നുമല്ല. ഓ എന്നാ ഞാൻ പറയണോ? പറയണേ പറയാം. ആട്ടെ, അത് വിഷയം അങ്ങ് വിടുക. അപ്പൊ ഇടിമക്കളുണ്ട്, ഇടിമക്കളോട് ചോദിച്ചില്ല ഞാൻ ഭരണി പൊട്ടിക്കാൻ പോവാന്ന്. ഒരുത്തരോടും മറിയ ചോദിച്ചില്ല. അല്ല, സഹോദരിയുണ്ട് മാർത്ത, ചോദിച്ചില്ല. സഹോദരി സമാജമേ, മാർത്ത മറിയും ഇല്ലേ? സഹോദരിയോടും ചോദിച്ചില്ല, ഓരോരുത്തരോടും ചോദിച്ചില്ല. യേശുക്രിസ്തു ഈ വീട്ടിൽ വന്നു, അവിടുന്ന് ഇരുന്നു. അപ്പം മറിയയ്ക്ക് ഒരു പ്രേരണ, ഒരു നിയോഗം. മറിയ അകത്തോട്ട് എന്ന് സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു ഭരണി, വെങ്കൽ ഭരണി, സ്വച്ഛ ജഡമാംസി തൈലം എടുത്തോണ്ട് വന്ന്, എൻ്റെ ഭാഷയാകട്ടോ, ഒരുത്തന്നെ കൗൺസിൽ പറഞ്ഞില്ല, കമ്മിറ്റി പറഞ്ഞില്ല, സഭയുടെ സെക്രട്ടറിയോട് പറഞ്ഞില്ല, ട്രഷാറോട് പറഞ്ഞില്ല. ഇപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥന വെക്കണേ തന്നെ എത്ര കമ്മിറ്റി കൂടിയാല? ഈ കമ്മിറ്റിക്കാരൊട്ടും വരുത്തുമില്ല മിക്കതും. യുവമാർ ഉപവസിക്കത്തുമില്ല. നല്ല പൂണന്റെ തീറ്റി തന്നേച്ചാ യുവം വന്ന് കയറിയിരിക്കുന്നത്. ആ ട്രഷാറായിട്ട് കമ്മിറ്റി, കൗൺസില്, മെമ്പർ, കുന്തം, കോടാരി, എന്നെ നാടായി പ്രാർത്ഥിക്കയില്ല, ആരാധിക്കയില്ല. ഉമ്മ വന്ന് വെടിക്കാരൻ്റെ ഓടിയിരിക്കും പോലെ. മറിയയ്ക്ക് ഒന്നും ചോദിച്ചില്ല, ഒരുത്തനോടും ചോദിച്ചില്ല. യേശു അങ്ങോട്ട് വന്നിരുന്ന് അന്തരീക്ഷം നല്ലതായപ്പോൾ അവൾ ആ സ്വച്ഛജഡമാംസി തൈലമെടുത്ത് ആരോടെ അനുവാദം മൂപ്പ് ചോദിക്കാതെ, ഒരുത്തന്റെ മൂപ്പ് ചോദിക്കാതെ പൊട്ടിച്ച് അവിടുത്തെ തൃക്കേൽക്കലൊടിച്ചു. അയ്യോ, സൗരഭ്യം, ഈ തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് മുഴുവൻ അങ്ങ് നിറഞ്ഞു. അന്നേരം ട്രഷാർ ഇളകി. ഇവളെന്നെ കാണിച്ചു. ട്രഷാർ അന്തർഗസിനോട് ചോദിച്ചു, ഇത് കമ്മിറ്റി പറഞ്ഞതായിരുന്നു. അന്തർഗസ് പറഞ്ഞു. ഉടനെ അന്തർഗസ് പീറ്ററോട് ചോദിച്ചു, കഴിഞ്ഞ പ്രാവശ്യം സഭാ കൗൺസിൽ വല്ലോ? പീറ്റർ പറഞ്ഞു, താക്കോൽ എൻ്റെ കയ്യിലുണ്ടെന്നേ ഉള്ളൂ. എന്നെ പുള്ളി പറഞ്ഞു, ഞാൻ വെറുതെ താക്കോലുമായിട്ട്
ഇവളെന്നെ ഇങ്ങനൊക്കെ ചെയ്യും. അപ്പൊ യൂദ പറയാ, അയ്യോ ഈ പാഴ്ചെലവ് എന്തിനാ, ഇത് വിറ്റ് ദരിദ്രന്മാർക്ക്. പിന്നെ എന്തൊക്കെ താല്പര്യമായി ഇവന് ദരിദ്രന്മാരോട്. ഇവന്റെ മനോഗുണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1, പണസഞ്ചി അവന്റെ പക്കൽ. 2, ഇവൻ കള്ളന. 3, ഇവൻ എന്ന് വീതെന്ന് അടിച്ചു മാറ്റും. വായിച്ച മോനെ ഉണ്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അവൻ കള്ളനാകൊണ്ടും. അതെളിഞ്ഞല്ലോ, ഞാൻ നിങ്ങളോടത്ത് ഞാൻ ഒപ്പിച്ചതാണ്. ഏനാണ് വായിക്കുന്നത്? പണസഞ്ചി തന്റെ പക്കലാകിയാൽ. പണമെന്ന് പറഞ്ഞപ്പോ ഇത്ര ശരി. 1, ഇവൻ കള്ളനാ, യൂദ കള്ളനാ. 2, പണസഞ്ചി അവന്റെ പക്കലാകിയാൽ പിന്നെ അതിലിട്ടത് എടുത്തു വന്നത്. ഇവൻ അടിച്ചു മാറ്റുന്നവനാ കേട്ടോ. വലിയ പണ്ട് സഭാമണ്ടൊക്കെ സ്വോത്രം കാണിച്ച് അടിച്ചു മാറ്റിയവനുണ്ട്. സ്വോത്രം കാഴ്ച എടുക്കാൻ പറഞ്ഞ അവൻ എടുത്തോണ്ട് അങ്ങ് പോയി വീട്ടിലോട്ട്. സ്വോത്രം കാഴ്ച എടുക്കാനല്ലേ പറഞ്ഞു, എടുത്തോണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവന് കള്ളനും പണസഞ്ചി അവന്റെ പക്കലും ഇതിലിടുന്നത് അടിച്ചു മാറ്റുന്നവനാ, അല്ലാതെ ദരിദ്രരോട് അനുകമ്പയൊന്നും ഉണ്ടായിട്ടല്ല. ചുരുക്കി പറഞ്ഞ പ്രശ്നം രൂക്ഷമായി. എന്തിനേറെ മറിയ ആരുടെ മൂപ്പ് ചോദിക്കാതെ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് എന്തോ സംഭവിച്ചെന്ന് ചോദിച്ചാൽ പിന്നീട് നിങ്ങൾക്കറിയാം. ഈ പെസഹയ്ക്ക് 6 ദിവസം മുമ്പ്, അത് കഴിഞ്ഞ് പെസഹായ. ആ പെസഹ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച ക്രൂശീകരണം നടക്കുക. യേശു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ആമെ ക്രൂശിന്മേൽ യാഗമായി തീരുകയാ. അന്ത്യത്താഴം കഴിച്ച് ആമെ ശിഷ്യന്മാരുമായി ഒടുവിൽ കിദ്രോൻ തോട്ട് കിടന്ന് അവിടുന്ന് ഒലിവുമലയ്ക്ക് പോകുകയാ. നമുക്ക് ആ ഭാഗമൊക്കെ അറിയാം. ഒലിവുമലയിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്ത് വീണു. ആമെ പ്രാണവേദനയിലായി അങ്ങനെ നിൽക്കുമ്പോൾ വാളും മടിയും തീപ്പെട്ടിയും പന്തങ്ങളുമായിട്ട് ആ മഹാപുരോഹിതന്മാരുടെ സേവകരുടെയൊക്കെ നേതൃത്വത്തിൽ അവൻ കയറി വന്ന് യേശുവിനെ പിടിച്ചു കെട്ടി. ഒരു കള്ളനെ, കൊള്ളക്കാരനെ, കൊലപാതകനെ പിടിച്ചു കെട്ടും പോലെ അവിടുത്തെ പിടിച്ചു കെട്ടി ആക്ഷേപിച്ചും ഉപദ്രവിച്ചും പരിഹസിച്ചും എന്തിനേറെ രാത്രി മുഴുവൻ പീഡിപ്പിച്ച് മുൾക്കിരീട ധാരിയാക്കി മുഖത്തെ രോമമെല്ലാം പിടിതെടുത്ത് കാർക്കിച്ച് കാമ തുപ്പി കന്നത്തടിച്ച് കണ്ണ് മൂടിക്കെട്ടി അവിടുത്തെ കന്നത്തടിച്ച് ഉപദ്രവിച്ച് ആക്ഷേപിച്ച് സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞ ആമ ചാട്ടവാറ് കൊണ്ട് അടിച്ച് ചാട്ട പറിക്കുമ്പോൾ അവിടുത്തെ തിരുശരീരത്തിൽ നിന്ന് മാംസം പറഞ്ഞ് ഇരുന്ന് ആമ മുതുക ഉടവയാല് പോലെ നീളത്തെ കീറി വേദനപ്പെട്ടവനായി ആമ ചോര കളിക്കപ്പെട്ടവനായി ഒടുവിൽ പീലാത്തോസിന്റെ കൽത്തള മുതൽ കാൽവറിയിലേക്ക് കുരിശുമരം ചുമന്നുകൊണ്ട് യേശു വീണും വേച്ചും പറച്ചും കാൽവറിയുടെ കൊലമരത്തിൽ 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഇരുമ്പാടുകളാൽ തറയ്ക്കപ്പെട്ട് യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുക വിവരിക്കുന്നില്ല. ആമൻ ആഘോഷം, ആമൻ സ്വോത്രനെ കറുത്തു, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ഭൂമി കുലുങ്ങി, മരിച്ചവർ ഉയർത്തു, കല്ലറകൾ പിളർന്നു, യെരൂശലേമിന്റെ വാനത്തിന്റെ തിരശ്ശീല മുകളിൽ നിന്ന് ചീന്തി രണ്ടായിട്ട്. ഈ ഭാഗമൊക്കെ നമുക്കറിയാം. ഇങ്ങനെ ഈ അന്തരീക്ഷത്തിൽ യേശു ഉറക്കെ അവൻ നിലവിളിച്ച് പ്രാണനെ വിട്ടു. മരിച്ചെന്നുറപ്പ് വരുത്തുവാൻ അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. പി.വി. തൊമ്മി എഴുതിയ ഒരു പാട്ടിന്റെ വരികൊണ്ട് പാടാൻ വയ്യ, എന്നാലും സന്ദർഭം വന്നുകൊണ്ട് പാടുകലങ്ങ് പറയുക. അറിയാവുന്നവര് നന്നായിട്ട് പാടുന്നവര് പാടിക്കോ. എൻ്റെ ശബ്ദം ഇങ്ങനെ, ആ പാട്ടിന്റെ വരി ഇങ്ങനെ: കരുണയില്ലാത്ത പടയാളിയൊരു പെരിയ കുന്തമങ്ങെടുത്തു, കരുണയില്ലാത്ത പടയാളിയൊരു പെരിയ കുന്തം അങ്ങെടുത്തു, കുത്തി തുറന്നു ചങ്കിൽ ഉടനെ ഒഴുകി ജലവും രക്തവും ഉടനെ അവിടുത്തെ തിരുമാറിവിൽ കുത്തി രക്തവും വെള്ളവും അവൻ പുറപ്പെട്ടു. മരിച്ചെന്നുറപ്പ് വരുത്തി പീലാത്തോസിന്റെ അനുവാദത്തോടെ യേശുവിന്റെ തിരുശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി ആമ അരിമത്തയിലെ യോസേപ്പിന്റെ ആരം വെക്കാത്ത കല്ലറയിൽ അവിടുത്തെ കൊണ്ട് ആമ അടക്കി. അത് യെശയ്യാ പ്രവചനം 53 തിരുവെടുത്ത് നിറവേറി അവിടുത്തെ മരണത്തിൽ സമ്പന്നന്മാരുടെ കൂടെ കല്ലറയിൽ കൊണ്ടുവച്ച് കല്ല് ഉരുട്ടി വെച്ചിരിക്കുക. ഈ ചതിയൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഉയർക്കുമെന്ന്. അത് വരാതിരിക്കാൻ അവനെ ശിഷ്യന്മാർ മോട്ടിച്ചാൽ പിന്നെ ഗതി വഷളാകും. അതുകൊണ്ട് കല്ലുരുട്ടി വെച്ച് റോമൻ ഗവൺമെന്റിന്റെ മുദ്രയും പതിപ്പിച്ച് ഏതാണ്ട് 100 പടയാളികളെയോളം കാവലേർപ്പെടുത്തി. ആമ ശിഷ്യന്മാർ ചെതറിപ്പോയി, പലരും മാറി, സഹോദരിമാരെല്ലാം ആ ഒരു സ്ഥലത്ത് കൂടിയിരുന്ന് എന്തിനേറെ ആമൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാള് സഹോദരിമാരെല്ലാം കൂടെ പറഞ്ഞു, നമുക്ക് ആമൻ യേശുവിനെ കാണാൻ പോണം. എന്തിനാ? സുഗന്ധവർഗം പൂശാൻ.
ഒരുക്കിയ സുഗന്ധവർഗം. പോയ സഹോദരിമാരുടെ പേരൊക്കെ വേറെ പുസ്തകത്തിലുണ്ട്. ആരൊക്കെയാ മോനെ? സഹോദരിമാർ പറ, ഉറക്കം പറ. മത്തനക്കാരത്തി മറിയ, പിന്നെ യാക്കോബിൻ്റെ അമ്മ മറിയ, പിന്നെ ശലോമ, പിന്നെ ഈ 10 മണിക്ക് ഇത്രയും പെണ്ണുങ്ങളിൽ ഒപ്പിച്ചല്ലോ. അപ്പം മത്തനക്കാരത്തി മറിയുണ്ട്, യാക്കോബിൻ്റെ അമ്മ മറിയുണ്ട്, പിന്നെ ശലോമയുണ്ട്, പിന്നെ യോഹന്നയുണ്ട്, പിന്നെ സൂസന്നയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. സൂസന്ന, യോഹന്ന, ശലോമ, മറ്റന്നക്കാരത്തി മറിയ, മറ്റേ മറിയ, ഇവരെല്ലാവരും കൂടെ കല്ലറിലോട്ട് പോവുക. അതിരാവിലെ നമ്മളൊരു പാട്ട് പാടുകല്, മത്തൽമേരി രാവിലെ പാടിയാലേ ഒക്കുള്ളൂ. രാവിലെ പാട്ടില്ലല്ലോ, എന്താ രാത്രി പാടാം. മത്തൽമേരി അതിരാവിലെ പാടിക്കോ. ഏമ്പകം വിടും പോലെ പാടുന്നു. മക്തൽമേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങ് തേടി വന്നു. ഈ ദിനത്തിൽ ഏഴയിതാ രാവിലെ തിരുമുമ്പിൽ വണങ്ങിടുന്നു. ഓ ജീവൻ കൊടുക്കുന്ന മന്ന, നിത്യജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഞങ്ങൾ കേടുക. സമയം പോകുന്നല്ലോ. മറ്റേ മറിയ, മക്തന്നെ മറിയ, യാക്കോബിന്റെ ഒക്കെ അമ്മ മറിയ, സൂസന്ന, യോഹന്ന, ശലോമ, ഇവരെല്ലാം കൂടെ ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട് യേശുവിനെ കാണാം. യേശുവിനെ എടുക്ക പോയി എന്തിനാമോ കർത്താവിനെ പൂശാൻ. അപ്പൊ ഈ പെണ്ണുങ്ങളല്ലയോ നല്ല സഹോദരിമാരാ, എല്ലാം ഒന്നൊക്കെ മെച്ചമാ. അപ്പൊ ചോദിച്ചു, എടീ നീ പൂശണം ആദ്യം. ഞാൻ പൂശാം അമ്മാമ്മേ. അങ്ങനെ പറഞ്ഞു, നിൻ്റെ കയ്യിലുണ്ടോ? എൻ്റെ കയ്യിലുണ്ട് പൂശം. യോഹന്നെ പൂശ കൂടി. ഞാനും പൂശാനാ വന്നേക്കുന്നത്. എല്ലാം ഉറക്കമുളച്ചായി പോകുന്നത്. അപ്പോൾ സഹോദരിമാർ അമ്മമ്മ ഈ കല്ലാര് മാറ്റും? അത് തന്നെ ഞാൻ ചിന്തിക്കുന്നത്. എങ്ങനെയാലും നമുക്ക് ഉരുട്ടി മാറ്റാം. അങ്ങനെ ഇവരെല്ലാം കൂടെ പൂശാൻ അങ്ങോട്ട് പോവുക യേശുവിനെ. അവിടെ ചെന്നപ്പം കല്ലറയെല്ലാം തുറന്ന് നോക്കിയിട്ട് യേശുവിനെ കാണുന്നില്ല. പൂശിയോ? പൂശാൻ കൊണ്ടുപോയി, പൂശിയില്ല. പക്ഷേ ഈ പോയ കൂട്ടത്തിൽ ബഥാന്യയിലെ മറിയയില്ല. മത്തന്നക്കാരത്തി മറിയുണ്ട്, മറ്റേ മറിയുണ്ട്, സൂസന്നയുണ്ട്, യോഹന്നയുണ്ട്, ശലോമയുണ്ട്, ഇവരെല്ലാം ഉണ്ട്. പക്ഷേ ഈ അതിരാവിലെ കല്ലറിലോട്ട് പോയപ്പോൾ ബഥാന്യയിലെ മറിയയില്ല. അതിൻ്റെ കാരണം ബഥാന്യയിലെ മറിയ പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ദൈവത്തിന് മഹത്വം. ബഥാന്യയിലെ മറിയ യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് വന്നപ്പോഴേ അവൾക്ക് നല്ല വെളിപ്പാടുള്ളവളാ. ഈ മറിയ ഇവരൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് യേശു പ്രസംഗിക്കുന്നതല്ല. ഈ മറിയയുടെ വിശേഷത പോയിന്റ് കുറിച്ചെടുക്കുക മാത്രമല്ല, ആ പറഞ്ഞ പോയിന്റ് എല്ലാം വിശ്വസിച്ചവളാ. ഞാനും നിങ്ങളും എല്ലാം പോയിന്റ് എല്ലാം കുറിച്ചെടുക്കുന്നുണ്ട്, പക്ഷെ ഒറ്റ പോയിന്റ് പോലും വിശ്വസിക്കുന്നില്ല. പക്ഷെ മറിയ എടുത്ത പോയിന്റ് എല്ലാം വിശ്വസിച്ചു. കാരണം അവള് നേരത്തെ കേട്ടു യേശു ഇടയ്ക്കിടയ്ക്ക് പറയും, മനുഷ്യപുത്രൻ മരിക്കാൻ പോവുക, മനുഷ്യപുത്രനെ കൊല്ലും, മനുഷ്യപുത്രൻ മരിക്കും, മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടും, മനുഷ്യപുത്രനെ ഉപദ്രവിക്കും, മനുഷ്യപുത്രൻ യോന മത്സ്യത്തിന്റെ വയറ്റിയിരുന്ന പോലെ 3 ദിവസം ഇരിക്കും, അവൻ ഈ മന്ദിരം പൊളിക്ക് 3 ദിവസം കൊണ്ട് പണിത് തരും. ഇതെല്ലാം അവിടുത്തെ തിരുമരണത്തെ പറ്റി പ്രസ്താവിച്ചു. മറിയ ഇതെല്ലാം വിശ്വസിച്ചു.
യേശുവിനെ പിടിക്കുമെന്നും ജേവകരും പടയാളികളും എല്ലാം പിടിക്കുമെന്നും ഉപദ്രവിക്കുമെന്നും അന്തരീക്ഷം വഷളാകുമെന്നൊക്കെ മറിയ വിശ്വസിച്ചു. അതുകൊണ്ട് പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് യേശു ഈ ബഥാന്യ വന്നപ്പോൾ മറിയയ്ക്ക് ഒരു കാര്യം പിടികിട്ടി. ഇനി അടുത്ത ആഴ്ച എങ്ങാനും അവൻ ഈ ഒരുക്കി വെച്ച സുഗന്ധവർഗം പൂശാൻ എനിക്ക് അവസരം ലഭിച്ചില്ലെങ്കിൽ എന്തോ ചെയ്യും. അതുകൊണ്ട് ഇപ്പോഴത്തെ യേശു വീട്ടിൽ വന്നിട്ടുണ്ട്, എൻ്റെ അടുത്തിരിക്കുക യേശു ഈ ഭവനത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആരുടെ മൂപ്പ് ചോദിക്കുന്നില്ല. എനിക്ക് ഇന്ന് രാത്രി യേശുവിന്റെ തൃക്കാൽക്കൽ ഈ തൈലം പൂശണം. ഇന്ന് രാത്രി എൻ്റെ സ്നേഹിത സുഹൃത്ത്, ഇന്ന് രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട്. യേശു ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. നീ ആരുടെ മൂപ്പ് ചോദിക്കണ്ട, നിന്റെ കുടുംബത്തിന്റെ മൂപ്പൊന്നും ചോദിക്കണ്ട, നിന്റെ പണത്തിന്റെ ഹുങ്കൊന്നും ഇന്ന് രാത്രി ചോദിക്കണ്ട, നിന്റെ കുടുംബശ്രേഷ്ഠതയൊന്നും ചോദിക്കണ്ട, നീ ആരോട് മൂപ്പ് ചോദിക്കണ്ട. നീ ആരോട് മൂപ്പ് ചോദിക്കണ്ട. ഇന്ന് രാത്രി യേശു നിന്റെ അടുക്ക വന്നിട്ടുണ്ട്. യേശു നിന്റെ സമീപത്ത് വന്നിരിക്കുക. ഇന്ന് രാത്രി ആ കർത്താവിന് ഹൃദയം കൊടുക്ക്. ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെട്. ഇന്ന് രാത്രി സ്നാനപ്പെടുവാൻ സമർപ്പിക്ക്. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ശക്തിക്കായി പ്രാർത്ഥിക്ക്. ഈ സമയം തക്കത്തിൽ ഉപയോഗിക്ക്. ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തരിക. മറിയയ്ക്ക് ഒരു കാര്യം പിടികിട്ടി. നാളെ ഒരവസരത്തിൽ ചിലപ്പോൾ തൈലം പൂശാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി യേശു ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. യേശുവിന്റെ അടുക്കലുണ്ട്. ഇന്ന് രാത്രി അവന്റെ തൃപ്പാരത്തിൽ ഈ വെങ്കൽ ഭരണി പൊട്ടിച്ച് ഞാൻ തൈലമൊഴിക്കുക. ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തന്നിരിക്കുക. ആരാധിക്കുവാൻ അവസരം ദൈവം തന്നിരിക്കുക. പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി അവസരം തന്നിരിക്കുക. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി അവസരം തന്നിരിക്കുക. അമ്മ പരിമള തൈലം പൂശാൻ ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തന്നിരിക്കുക. ഈ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് ഇന്ന് രാത്രി നഷ്ടപ്പെടുത്തരുത്. ദുഷ്കാലം ആ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഇതുവരെ ഇതിന്റെ രക്ഷാനിർണയം പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട്. ഈ രാത്രി ദൈവം നിന്നെ രക്ഷിക്കും. യേശു നിന്നെ രക്ഷിക്കും. യേശുവിന് ഹൃദയം കൊടുക്ക്. യേശുവിന് ഹൃദയം കൊടുത്തവര് കർത്താവിനെ ഇതുവരെ ജലത്തിൽ സാക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തരിക. ഇന്ന് രാത്രി അവസരം തരിക. വേർപെട്ട് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നിനക്ക് അവസരം തരിക. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്ത്. ബാക്കി ഭാഗം ഞാൻ പ്രസംഗിക്കുന്നില്ല, സമയം ഒത്തിരി പോയി. ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിക്കും. ദൈവം നിനക്ക് ഇന്ന് രാത്രി അവസരം തരിക. ആ ഈ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് രാത്രി സ്നേഹിത സുഹൃത്ത്, നല്ല സമയം ദൈവം നിനക്ക് തന്നിരിക്കുക. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. എന്തുവായി സമയം? 10 മണിയായി. മതി. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. ബാക്കി ഭാഗം പ്രസംഗിക്കുന്നില്ല. നല്ല അവസരം ദൈവം തന്നിരിക്കുക. ഈ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. നല്ല അവസരം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുക. ആ പഴയ പാട്ടിൻ്റെ 2 ചരണം എല്ലാവരും ഇരുന്നോണ്ട് പാടിയാൽ മതി. 2 ചരണം കൈ അടിച്ചങ്ങ് പാടാം. നല്ല അവസരം ദൈവം തരിക. ഈ കൈ തന്നിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതിനു വേണ്ടി മാത്രമല്ല. ഇങ്ങനെ പാട്ടൊക്കെ പാടുമ്പോൾ ഒന്ന് ഉറക്കെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാനാ. ഇപ്പോൾ അടിക്കുകയാണെങ്കിൽ അല്ലെ പിന്നെ ഇപ്പോൾ അടിച്ചില്ലെങ്കിൽ ഒടുവിത്തെ എപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. കാപ്പി തരാൻ വരുമ്പോഴും ചപ്പാത്തി പിടിക്കുമ്പോഴും അടിച്ചടിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ഗതികേടൊന്നും ഉണ്ടാകരുത്. ആർക്കും വരാതിരിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി കൈ അടിച്ച്, ഒറ്റ ദിവസത്തെ യോഗമല്ലേ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി സമയം തക്കത്തിൽ ഒന്ന് ഉപയോഗിച്ച് വേണം ഇന്ന് രാത്രി തിരിച്ചു പോകാൻ. ആ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ. സത്യവചനം കേട്ടു നിവാ നിത്യജീവൻ നിലകേടിടുമേ. സത്യവചനം കേട്ടു നിവാ നിത്യജീവൻ നിലകേടിടുമേ. ഓ നിന്റെ ജീവ പുസ്തകത്തിൽ ഉണ്മയായിരുന്നു എഴുതിടുമേ. വരുവീ ഈ നല്ല സമയം ചേർന്ന് നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ ഈ നല്ല
യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപവ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും തീരാത്ത പാപവ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവി ഇതല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. അമ്മേ കെട്ടിയ വീടും നിലപൊരുളും അമ്മേ കണ്ടിടുമുറ്റോരുടയവരും കെട്ടിയ വീടോ നിലപൊരുമാണ് കയ്യടിച്ചോരുടയവരും ജീവൻ പോയോ ഇതല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഇതല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉല്ലകമായ അഴകു സമാനം അതു നമ്പാതെ മായക്കും നിന്നെ ഉലകമായ അഴകു അതു നമ്പാതെ മായക്കും നിന്നെ മരണമോടുമേ വന്നിടുമേ മറക്കാതെ രക്ഷകനെ ഈ നല്ല സമയം യേശു വിളിച്ചിടുന്നു. വരുവിൻ വാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപവ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും തീരാത്ത പാപവ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും ചുമന്നോ നിന്നെ സൗഖ്യമാക്കി താടിപ്പിണരാ. ഈ നല്ല സമയം ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. നിത്യജീവൻ നീടകേകിടുമേ സത്യവചനം കേട്ടു നിത്യജീവൻ നീടകേകിടുമേ പുസ്തകത്തിൽ ഉന്മയായിരുന്നു എഴുതിയിടുമേ. ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. അല്പസമയം ദൈവത്തെ ആരാധിക്കുക. ഇന്ന് രാത്രി സമയം തങ്കത്തിന് ഉപയോഗിക്കുക. ദൈവത്തെ മഹത്വപ്പെടുത്ത് അറിവിയെ പോലെ സമയം തങ്കത്തിന് ഉപയോഗിക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പാടാ. സമയം അല്പം അതിക്രമിച്ചെങ്കിലും പ്രായമുള്ള പിതാക്കന്മാരും മാതാക്കളും കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാം ഈ ശുശ്രൂഷയിൽ ഇവരെ സഹകരിച്ചു. എല്ലാവർക്കും നന്ദി. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ഇത്ര നേരം ഇരിക്കുമല്ലയോ? ഒരു മിനിറ്റ് ഇറങ്ങിപ്പോകരുത്. ഒറ്റ മിനിറ്റ് ഒക്കുന്നെങ്കിൽ ആ കരങ്ങൾ രണ്ടും ഒന്ന് വീശി ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്. ഇന്നും എന്നേക്കും ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഇന്നും ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം.